അമേരിക്കയിൽ അനധികൃത കുടിയേറ്റത്തിന് ശ്രമിച്ച ആളുകളെ ഇന്ത്യയിലേക്ക് മടക്കി അയച്ച രീതിയോടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമാണ് ഈ കണ്ടത്. അനധികൃതമായ കുടിയേറ്റത്തിന് പിടിക്കപ്പെട്ടാൽ ഡീപ്പോർട്ടിങ്ങോ അല്ലെങ്കിൽ അവിടെ തന്നെ ജയിലിൽ അടയ്ക്കുകയോ ഒക്കെ ചെയ്യുക സാധാരണമാണ്. തെറ്റൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ അത്തരം കുടിയേറ്റത്തിന് പിടിക്കപ്പെട്ട ആളുകളെ മടക്കി അയക്കാൻ സാധാരണ മാർഗം സ്വീകരിക്കാതെ സൈനിക വിമാനത്തിൽ അവരെ പീഡിപ്പിച്ചു കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു ഡൊണാൾഡ് ട്രംപ്. ചിലവേറിയ ആ തീരുമാനം ട്രംപ് എടുക്കുന്നത് എന്തിനായിരിക്കും? കടന്നുകൂടിയ ഇവരെ ഞാൻ പരമാവധി ശിക്ഷിക്കുന്നുണ്ട് എന്ന സന്ദേശം അദ്ദേഹത്തിന്റെ വോട്ടർമാർക്ക് കൊടുക്കാനാണ് അത്. രാഷ്ട്രീയ ഉദ്ദേശമല്ലാതെ മറ്റൊന്നും സൈനിക വാഹനം എന്ന ചെലവേറിയ ഈ യാത്ര തിരഞ്ഞെടുക്കുമ്പോൾ ട്രംപിന് മുൻപിലില്ല. നിങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിന് ഞങ്ങളുടെ പൗരന്മാരുടെ അന്തസ്സ് വെച്ച് കളിക്കാൻ കഴിയില്ല എന്ന് നമ്മുടെ സർക്കാർ പക്ഷേ പറഞ്ഞില്ല. കൊളംബിയൻ ഭരണകൂടം പറഞ്ഞു ഇത് നടക്കില്ല എന്ന്. പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനം വേണമെങ്കിൽ അയക്കാമെന്ന് വരെ അവർ കടുപ്പിച്ചു പറഞ്ഞു. മെക്സിക്കോയും സ്വീകരിച്ചത് ഈ അപമാനത്തിന്റെ, ഇൻസൾട്ടിന്റെ, ഹ്യൂമിലിയേഷന്റെ മാർഗം ഞങ്ങളുടെ പൗരന്മാരോട് സ്വീകരിക്കരുത് എന്നാണ്. നമ്മുടെ സർക്കാർ ഒന്നും പറഞ്ഞില്ല. കുഞ്ഞുങ്ങളടക്കമുള്ളവരെ സൈനിക വിമാനത്തിലെ വലിയ ഒച്ചയുള്ള, കൊടും ചൂടുള്ള, മര്യാദയ്ക്ക് ടോയ്ലറ്റ് ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുവന്നു. പീഡിപ്പിക്കപ്പെട്ടു എന്ന് പോലും പുറത്തിറങ്ങിയ നമ്മുടെ സഹോദരങ്ങൾ പറഞ്ഞു. ഈ ഭരണകൂടത്തിന്റെ നിലപാട് എന്താണ്? പൗരന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുക എന്ന പരമമായ ബാധ്യത പേറുന്ന ഒരു ഭരണകൂടം അതിനോട് മുഖം തിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ട് അമേരിക്കയോട് ഇന്ത്യക്ക് പറഞ്ഞുകൂടാ പിടിക്കപ്പെട്ട ആളുകളെ നല്ല വിധേന കൊണ്ടുവരാൻ ഞങ്ങളുടെ സഹകരണം ഉറപ്പാക്കാമെന്ന്, വേണമെങ്കിൽ ഞങ്ങളുടെ വിമാനം തന്നെ അയക്കാമെന്ന്? എത്രയോ അനുഭവങ്ങൾ ലോകത്തെമ്പാടും ഉണ്ടായിരിക്കെ എങ്ങനെയെങ്കിലും വന്നുകൊള്ളട്ടെ എന്ന നില സ്വീകരിച്ചത് എന്തുകൊണ്ടാണ്? ഈ അപമാനത്തിന് ആരാണ് ഉത്തരം പറയുക? ഇന്ത്യൻ പാസ്പോർട്ട് കയ്യിൽ വെച്ചിരിക്കുന്ന മനുഷ്യരുടെ അഭിമാനം സംരക്ഷിക്കാനുള്ള ബാധ്യത നമ്മുടെ ഭരണകൂടത്തിന് ഇല്ലേ? മുൻ സർക്കാരുകളുടെ കാലത്തും കൊണ്ടുവന്നിട്ടുണ്ട് ഡീപ്പോർട്ട് ചെയ്യപ്പെട്ടവരെ എന്ന് പറയുന്നു ഇന്നിപ്പോൾ വിദേശകാര്യമന്ത്രി. സൈനിക വാഹനത്തിൽ ഇങ്ങനെ ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയുന്നില്ല. അങ്ങനെ ഒരു സംഭവം നമ്മുടെ ഓർമ്മയിൽ എവിടെയുമില്ല. എന്നു മാത്രവുമല്ല, നയതന്ത്ര രംഗത്തുണ്ടായിട്ടുള്ള അമേരിക്കയുടെ അതിക്രിയകൾക്ക് കർശനമായ ഭാഷയിൽ മറുപടി പറഞ്ഞ പാരമ്പര്യവും കൂടിയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്നിരിക്കെ നമുക്ക് മാത്രം എന്തിനീ അപമാനത്തിൻ്റെ തോൽവി? ഈ വിഷയം സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. ഈ ചർച്ചയിൽ എന്നോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് VR അനൂപ് കോൺഗ്രസിൽ നിന്ന്, ഒപ്പം അംബാസഡർ ശ്രീ TP ശ്രീനിവാസൻ, ഷാബു പ്രസാദ് വലതു നിരീക്ഷകൻ, ഒപ്പം CPM പ്രതിനിധിയെ കൂടി, CPM പ്രതിനിധി അഡ്വക്കേറ്റ് K അനിൽകുമാർ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ് ഈ ചർച്ചയിൽ എന്നോടൊപ്പം ഉള്ളത്. ആദ്യം ശ്രീ ഷാബു പ്രസാദ്, മുൻകാല ഭരണകൂടങ്ങൾക്കുള്ള മറുപടി ആവരുത് എന്ന ഒരു അഭ്യർത്ഥന മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ പൗരനോട് ഈ സർക്കാരിൻ്റെ മറുപടി എന്താണ് ഈ വിഷയത്തിൽ? എന്തുകൊണ്ട് പൗരൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ ഇടപെട്ടില്ല എന്ന ചോദ്യത്തിന് മുൻ സർക്കാരുകളും അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ എന്നതല്ലാതെ ഈ ഗവൺമെൻറ് എന്തുകൊണ്ട് ഒരു സ്ട്രോങ് പൊസിഷൻ എടുത്തില്ല എന്ന കാര്യത്തിന് നമുക്ക് എന്തായിരിക്കും കിട്ടുന്ന മറുപടി? ഇല്ല, അത് നിഷാദ് ആദ്യം തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുത്തിരിക്കുകയാണ് അവിടെ. എങ്കിലും പറയുകയാണ്, അതായത് ഈ ഡീപ്പോർട്ടിങ് എന്ന് പറയുന്നത് പുതിയ സംഭവമൊന്നുമല്ല. 2009 മുതൽ ഈ നാട്ടിൽ നടക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ മാത്രമാണ് അത് ചർച്ചാ വിഷയമായത്. ഓക്കെ, അതിൻ്റെ താല്പര്യം എന്തുമായിക്കൊള്ളട്ടെ. ശരി, ഇനി നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് വരാം. നിങ്ങളിവിടെ പൗരൻ്റെ അവകാശം, പൗരൻ്റെ അഭിമാനം എന്നിങ്ങനെ പറയുന്നു. പൗരൻ്റെ അവകാശവും പൗരൻ്റെ അഭിമാനവും ആർക്കാണ് വേണ്ടത്? ആ പൗരബോധമുള്ളവർക്കും ആ പൗരധർമ്മം അനുഷ്ഠിക്കുന്നവർക്കും ആ പൗരധർമ്മം ഫോളോ ചെയ്യുന്നവർക്കുമാണ് പൗരൻ്റെ അവകാശത്തിനും പൗരൻ്റെ അഭിമാനത്തിനും അർഹതയുള്ളത്. എന്നാൽ ഈ പറഞ്ഞ വ്യക്തികൾ ഞങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വമേ വേണ്ട, ഇന്ത്യക്കാരേ ആവണ്ട, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും വല്ല കള്ളത്തരം കാണിച്ചോ എവിടെയെങ്കിലും എതിലേകൂടെങ്കിലുമോ എങ്ങനെയെങ്കിലും ഒന്ന് അമേരിക്കയിൽ പോയി അമേരിക്കൻ പൗരന്മാരായാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തുള്ള സർവ്വ ഉടായിപ്പുകളും കാണിച്ച്, ഒന്നും രണ്ടും അല്ല, ഇന്നത്തെ ഒരാൾ പറഞ്ഞേക്കുന്ന 1 കോടി രൂപ കൊടുത്തു എന്നാണ് പറയുന്നത്. 1 കോടി രൂപ. ഞാൻ ഇതിനു മുമ്പൊരു ചർച്ചയിൽ പങ്കെടുത്തപ്പം അവിടെ ഒരാൾ പറഞ്ഞത് എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പോയതല്ലേ എന്ന്. വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്, എങ്ങനെങ്കിലും രക്ഷപ്പെടാൻ. അപ്പോൾ നിഷാദേ, ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്നവരും ഈ നാട്ടിലെ 140 കോടി ജനങ്ങളൊന്നും രക്ഷപ്പെടാത്തവരാണോ? ഗതി കിട്ടാതെ ഇവിടെ അലയുന്നവരാണോ?
മാനം മര്യാദയ്ക്ക് ഇവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നവരെ അപമാനിക്കുന്നവരല്ലേ അത്? അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഒരു രാജ്യത്ത് കടന്നുകൂടി വളരെ കർശനമായ കുടിയേറ്റ നിയമങ്ങളുള്ള ഒരു രാജ്യത്ത് നുഴഞ്ഞു കയറി നിയമവിരുദ്ധമായി കയറി കുറ്റവാളികളായി പിടിക്കപ്പെട്ട് അവിടെ കിടന്ന് അവരാണ് രാജ്യത്തെ അപമാനിച്ചത്, അവരാണ് രാജ്യത്തെ അപമാനിക്കുന്നവർ. അവിടെ വളരെ മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന വളരെ ശക്തമായ ഒരു ഇന്ത്യൻ ഡയസ്പോറ ഉള്ള രാജ്യമാണ് അമേരിക്ക. ഇവിടെ ബഹുമാനപ്പെട്ട TV ശ്രീനിവാസ സാറൊക്കെ ഇരിക്കുന്നിടത്ത് എനിക്ക് ഇതുപോലുള്ള കാര്യങ്ങളെപ്പറ്റി പറയാൻ ചെറിയ ഭയം തന്നെ ഉണ്ട് കേട്ടോ. എങ്കിലും ഞാൻ പറയുകയാണ്, നമ്മുടെ ഒരു അറിവും ചെറിയ വായനയും ഒക്കെ വെച്ചിട്ട് പറയുന്ന കാര്യമാണ് പറയുന്നത്. അമേരിക്കയിലെ ഏതാണ്ട് എല്ലാ മേഖലകളിലും പെൻറ്റഗണിലും നാസയിലും അടക്കമുള്ള നിർണായകമായ സ്ഥാനങ്ങളിൽ ഇന്ത്യൻ സാന്നിധ്യം വളരെയധികമുണ്ട്. അങ്ങനെ അവിടെ മാനം മര്യാദയ്ക്ക് ജീവിക്കുന്നവർക്ക് പോലും അപമാനമാണ് ഇതുപോലെ ഇങ്ങനെ പോകുന്നവർ. അങ്ങനെ പോകുന്നവരെ ആ രാജ്യം അവരുടെ നിയമമനുസരിച്ച് ഒരു കുറ്റവാളികളെ എങ്ങനെയാണോ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് അത് അവരുടെ പ്രൊറഗേറ്റീവാണ്. അവിടെ നിന്ന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഓരോ രാജ്യത്തിൻ്റെ നിയമം അതാണ്. ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഈ രാജ്യത്ത് കൊലപാതകം നടത്തി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആരും ഇവിടെ നമ്മുടെ നിയമം തലവെട്ടി കൊല്ലാറില്ല. എന്നാൽ സൗദി അറേബ്യ അതല്ല, ആ രാജ്യത്തെ നിയമം അതാണ്. അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അവിടെ നമുക്ക് ഇടപെടാൻ കഴിയില്ല. ഈ രാജ്യത്ത് അങ്ങനെയല്ല. നമ്മുടെ രാജ്യത്തെ സാഹചര്യം വെച്ച് വേറൊരു രാജ്യത്തിൻ്റെ നിയമത്തിനെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. ഇതേ അവസ്ഥ ചൈനയിലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ പ്ലെയിനിൽ കൊണ്ടുവരാൻ അവർ പൊടി പോലും എല്ലും മുട്ടിയും പോലും ബാക്കിയുണ്ടാവില്ല. അങ്ങനെ അതുപോലെ അവർ തിരിച്ചയച്ചപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഇടപെടാനേ പറ്റില്ല. ഷാബു പ്രസാദ്, ഒന്നാമത് ഇവിടെ നിന്ന് അവിടെ പോയി അനധികൃതമായി കുടിയേറാൻ ശ്രമിച്ചവർ രാജ്യത്തിൻ്റെ ആളുകളെ അപമാനിച്ചവരാണ്. അവരെ നമ്മൾ പരിഗണിക്കുന്നതിന് ചില പരിമിതികളുണ്ട് എന്നൊക്കെയുള്ളത് നിങ്ങളുടെ വാദമാണ്. സർക്കാരിനും അങ്ങനെ ഉണ്ടാവും. ഈ രാജ്യത്ത് ജനങ്ങൾ വേറെ ഉണ്ട്. അവർ ഈ പോയ മനുഷ്യരെ ആകെ തള്ളിക്കളഞ്ഞവരല്ല. ഞങ്ങളുടെ ആകെ അഭിമാനം തകർത്തവരാണ് ഈ വന്ന 105 പേർ എന്ന നിലപാട് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കുമില്ല. ആ വന്നവർ അനുഭവിച്ച ഹ്യൂമിലിയേഷനിൽ സങ്കടമുള്ളവരാണ് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം മനുഷ്യരും. ആ ബഹുഭൂരിപക്ഷം മനുഷ്യർ കൂടി ചേരുന്നതാണ് ഈ രാജ്യം. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ അന്തസ്സ് എന്ന് പറയുന്നതിൻ്റെ മീറ്റർ നിശ്ചയിക്കേണ്ടത് ഭരണകൂടമല്ല, ഭരണകൂടത്തിൻ്റെ ആളുകളുമല്ല. ജനങ്ങൾക്ക് ഫീൽ ചെയ്യണം, ഞങ്ങളെ വഞ്ചിച്ചവർ, ഞങ്ങളെ ലോകത്തിന് മുമ്പിൽ അപമാനിച്ചവർ. അങ്ങനെ ഒരു ഫീൽ ഇല്ലാന്ന് മാത്രമല്ല, വന്നിറങ്ങിയ മനുഷ്യർ അനുഭവിച്ച കെടുതിയെ ഓർത്ത് സങ്കടപ്പെടുന്നവരാണ് ഈ രാജ്യത്തെ നല്ല വിഭാഗം മനുഷ്യർ. അവരാണ് ഈ രാജ്യം. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം. രണ്ടാമത്തേത് അവിടുത്തെ നിയമപ്രകാരം സൈനിക വിമാനത്തിൽ വിലങ്ങ് വെച്ച് ഇങ്ങനെ പീഡിപ്പിച്ചു കൊണ്ടുവരണമെന്ന് എവിടെയാണ് നിയമം? ഇതിനു മുൻപ് കൊണ്ടുവന്നവരെ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉത്തരവില്ല മന്ത്രിക്ക്. ഇതിനു മുൻപ് സാധാരണ വിമാനത്തിൽ കൊണ്ടുവന്നു. ശ്രീ ഷാബു പ്രസാദ് മനസ്സിലാക്കേണ്ട കാര്യം, ഇവന്മാരെ പീഡിപ്പിച്ച് പറഞ്ഞു വിടുകയാണ് എന്ന് അവിടുത്തെ വംശീയവാദികൾക്ക് ഒരു സന്ദേശം കൊടുക്കാനാണ് ട്രംപ് ഈ അതിക്രിയ ചെയ്തത്. ആ പണി വേണ്ട എന്ന് പറയാൻ നമുക്ക് കഴിയണമായിരുന്നു. നിങ്ങൾ ഡീപ്പോർട്ട് ചെയ്തോ? ഇനി നിങ്ങൾക്ക് ഡീപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവരെ പീഡിപ്പിച്ചാൽ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ വേണ്ട, ഞങ്ങൾ തരാം കപ്പൽ, ഞങ്ങൾ തരാം വിമാനം എന്ന് മറ്റു പല രാജ്യങ്ങളെയും പോലെ പറയാൻ ഇന്ത്യക്ക് കഴിയണമായിരുന്നു. കഴിഞ്ഞില്ലല്ലോ. ഇനി നിഷാദിൻ്റെ പ്രസംഗം കഴിഞ്ഞല്ലോ, നിർത്ത്. അതായത് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അതിൻ്റെ മീറ്റർ വേറെ ആരുമല്ല തീരുമാനിക്കേണ്ടത്. ആ മീറ്റർ തീരുമാനിക്കേണ്ടത് നിഷാദ് റാവുത്തരും മീഡിയ വണ്ണും അല്ല എന്നും കൂടി ഞാനൊന്ന് പറയുകയാണ്. ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും വക്കാലത്ത് തൽക്കാലം മീഡിയ വണ്ണും നിഷാദ് ഏറ്റെടുക്കുകയും വേണ്ട. ഈ നാട്ടിലെ ജനം വിഭാഗത്തിൽ പെടുന്ന ആളാണ് ഞാനും. എന്നെപ്പോലെ ചിന്തിക്കുന്നവരും ഈ നാട്ടിലെ ജനത്തിൽ തന്നെ ഉള്ള ആൾക്കാർ. ബഹുമാന്യ ശ്രീ ഷാബു പ്രസാദ്, അങ്ങ് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും അതിന് ലീഡർഷിപ്പും അവരും എടുക്കേണ്ടതില്ല എന്ന കാര്യം സമ്മതിക്കുമല്ലോ? അല്ല, എല്ലാവർക്കും. പക്ഷേ നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ ഈ നാട്ടിലെ, നിങ്ങൾ പറഞ്ഞല്ലോ ഈ നാട്ടിലെ ജനങ്ങൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത് എന്ന് പറയാൻ നിങ്ങൾക്കുള്ള അതേ അവകാശം ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് പറയാൻ എനിക്കും എന്നെ പോലെ ചിന്തിക്കുന്നവർക്കുമുണ്ട്. നിങ്ങൾ അംഗീകരിക്കുന്നില്ലയോ എന്നുള്ളത് എൻ്റെ വിഷയമല്ല. ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു രാജ്യം കുറ്റവാളികളായി കാണുന്നവരോട് എങ്ങനെ പെരുമാറണം, അവരെ ഏത് വിമാനത്തിൽ കൊണ്ടുവരണം, എങ്ങനെ ചെയ്യണം എന്ന് ഇവിടെ ഇരുന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അവരെ സംബന്ധിച്ചോളം അവർ കുറ്റവാളികളാണ്. ആ കുറ്റവാളികളെ ഏത് വിമാനത്തിൽ കൊണ്ടുവരണം, അവരെ വിലങ്ങണിയിക്കണോ, അതിൽ സ്ത്രീകളെയും കുട്ടികളെയും ഒന്നും വിലങ്ങണിയിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇനി മറ്റൊരു കാര്യം പറയട്ടെ, ഇവിടെ ചെന്ന് അവിടെ തടവിലിട്ട് അവരുടെ ഭാവി മുഴുവനും പോയി, ഇനി ഒന്നും ചെയ്യാനില്ല, ഇനി ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഉള്ള നാണക്കേട്, ഇതൊക്കെ ആലോചിച്ച് ഇവരുടെ സമനില തെറ്റി ആ പറക്കുന്ന വിമാനത്തിൽ ഇവരെന്തെങ്കിലും അതിക്രമം കാണിച്ചാലോ? അങ്ങനെയൊക്കെ അവർ ചിന്തിച്ചിട്ടുണ്ടാവും.
അങ്ങനെ ചിന്തിക്കുക. അങ്ങനെയെങ്കിൽ 2009 മുതൽ അങ്ങനെ ചിന്തിച്ചിട്ടില്ലല്ലോ. വരുമ്പോൾ താങ്കൾ പറഞ്ഞല്ലോ 2009 മുതൽ. ഇതിനു മുൻപും വിമാനങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ട് സൈനിക വിമാനം, ചെലവേറിയ സൈനിക വിമാനം. ഷാബു പ്രസാദ്, താങ്കൾക്കറിയാം ട്രംപ് എന്തിനാണ് ഈ വിലങ്ങ് വെച്ച് സൈനിക വിമാനത്തിൽ ചെലവേറിയ ദൗത്യത്തിലൂടെ ആളുകളെ പറഞ്ഞു വിടുന്നത്? അത് അവിടെ സന്ദേശം കൊടുക്കാനാണ്. ഈ നുഴഞ്ഞുകയറ്റക്കാരെ ഞാൻ ഓടിക്കുകയാണ്, ഈ നുഴഞ്ഞുകയറ്റക്കാരായ മൃഗങ്ങളെ ഞാൻ ഓടിക്കുകയാണ് എന്ന സന്ദേശം കൊടുക്കാനാണ് ഇത് ചെയ്യുന്നത്. ആ പൊളിറ്റിക്കൽ ഗെയിമിന് ഞങ്ങളുടെ പൗരന്മാരെ വെച്ച് കളിക്കേണ്ട എന്ന് പറയേണ്ടത് നമ്മൾ. ഇമ്മ്യൂണിറ്റിയുമില്ല. ഏതെങ്കിലും തരത്തിൽ നിയമപരിരക്ഷ ഉണ്ടായിരുന്നുവെങ്കിൽ, ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഒന്നും അല്ലാന്ന് ഷാബു പ്രസാദ്. ഇന്ത്യ പോലെ ഒരു രാജ്യമാണ് ഷാബു പ്രസാദ്. ഇന്ത്യ ഒരു തരത്തിലുള്ള ഷാബു പ്രസാദ്, ഇന്ത്യ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നമൊന്നുമല്ല. ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നമൊന്നുമല്ല ഷാബു പ്രസാദ്. ഇന്ത്യ ഒരു തുക്കട രാജ്യമൊന്നും അല്ല. അമേരിക്കയോട് അത് നടക്കില്ല എന്ന് ഇന്ത്യ ഒരു തുക്കട രാജ്യമല്ല. അവരുടെ നിയമവും അവരുടെ നിയമമൊന്നുമല്ല. എന്ത് നിയമം? അവരുടെ നിയമമാണോ ഇത്? കൊന്നുകളഞ്ഞൊന്നുമില്ല. ഇല്ല. സൈനിക വിമാനം അവരുടെ നിയമമാണോ? സൈനിക വിമാനം അവരുടെ നിയമമാണോ? സൈനിക വിമാനം അവരുടെ നിയമമാണോ? ഇന്ത്യ എന്ന് പറയുന്ന വലിയ രാജ്യത്തിന്റെ പവർ വെച്ചിട്ട് നടക്കില്ല എന്ന് പറയാനുള്ള ഗട്ട്സ് ഇല്ല. ഗട്ട്സ് ഇല്ല, അതാണ് പ്രശ്നം. ഗട്ട്സ് ഇല്ല. അല്ല, അതിന് പവറില്ല. പറയാൻ നമുക്ക് ഉറപ്പുണ്ടാവണ്ടേ? പറയാൻ ഉറപ്പുണ്ടാവണ്ടേ? പറയാൻ ഉറപ്പുണ്ടാവണ്ടേ? അതാ പ്രശ്നം. പറയാൻ കഴിയുകയുള്ളൂ. ശരി, ഒരു രാജ്യം എന്നുള്ള നിലയിൽ നിങ്ങൾ ഇവിടെ എത്തിച്ചാൽ ഈ കാര്യത്തിൽ ഞാൻ ചോദിക്കുന്നത്, അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടേതായ നിയമമുണ്ടെന്നാണ് സർക്കാരും വേണ്ടി സംസാരിക്കുന്നവരും പറയുന്ന കാര്യം. അമേരിക്കയുടെ നിയമമൊക്കെ കാണും. പക്ഷെ അമേരിക്ക ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കുറച്ച് കടന്നിട്ടുള്ള പ്രക്രിയയാണെന്ന് നമുക്കറിയാം. അതിനോട് ഇന്ത്യയുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയുമല്ലോ. ഇന്ത്യ ഒരു ചെറിയ രാജ്യമല്ല, അമേരിക്കയുടെ സൗഹൃദ രാജ്യമാണ്. ലോകത്ത് തന്നെ വൻകിട ശക്തികളൊന്നാണ് അമേരിക്ക. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റാണ്. ഒരു ശക്തിക്കും അവഗണിക്കാൻ, ഷാബു പ്രസാദ്, ഞാൻ താങ്കളോടല്ല, ടി.പി. ശ്രീനിവാസൻ, ഒരു ശക്തിക്കും അവഗണിക്കാൻ കഴിയാത്ത ഒരു പവറാണ് നമ്മൾ. ഞങ്ങളുടെ പൗരന്മാരുടെ കാര്യത്തിൽ നിങ്ങൾ കുറച്ചുകൂടി മര്യാദയുള്ള സമീപനം സ്വീകരിക്കണം. മടക്കി അയച്ചോളൂ, പക്ഷെ അവരെ സാധാരണ വിമാനങ്ങളിൽ അയക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ വിമാനം അയക്കാം എന്ന നിലയൊക്കെ വേണമെങ്കിൽ കൊളംബിയയെ പോലെ ഇന്ത്യക്ക് സ്വീകരിക്കാമായിരുന്നല്ലേ? അതിനെന്താണ് ഇത്ര വലിയ തടസ്സമുള്ളത്? എന്താണ് ചോദ്യം എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഇത് വളരെ ഒരു നിർഭാഗ്യകരമായ കാര്യമാണ്. അത് ശ്രദ്ധക്കുറവുണ്ടായതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനഃപൂർവ്വം നമ്മുടെ പ്രധാനമന്ത്രിയോ വിദേശകാര്യമന്ത്രിയോ ഒന്നും ഇങ്ങനെ ഒരു പെരുമാറ്റത്തിന് അനുവദിക്കുകയില്ല. തീർച്ചയായിട്ടും അതിനെ എതിർക്കുകയും ചെയ്യുന്നുള്ളതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു തെറ്റ് പറ്റിയിരിക്കുകയാണ്. അവരെ അയക്കാം എന്ന് പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അവരെ അയച്ചപ്പോൾ പോലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് അതിനെപ്പറ്റി അറിയില്ല എന്നൊരു അറിവാണ് നമുക്കുള്ളത്. റോയിട്ടേഴ്സാണ് റിപ്പോർട്ട് ചെയ്തത്. ഈവൻ US ഏജൻസിയോ ഇന്ത്യൻ ഏജൻസിയോ അവരെ അയച്ചു എന്നുള്ള റിപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ പൊതുവേ നമ്മുടെ വിദേശകാര്യമന്ത്രി വാഷിങ്ടണിലുണ്ടായിരുന്നപ്പോൾ ഈ കാര്യം അമേരിക്ക പറയുകയുണ്ടായി. അപ്പോൾ മുമ്പുള്ളതുപോലെ തന്നെ കുറ്റവാളികളായവരെ ഇന്ത്യയിലേക്ക് അയക്കുന്നതിൽ നമുക്ക് വിരോധമില്ല എന്ന് മാത്രമേ നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞുള്ളൂ. പക്ഷേ ഏത് തരത്തിൽ അത് ചെയ്യണം, എങ്ങനെ വേണം, ഏത് പ്ലെയിനിൽ കൊണ്ടുവരണം എന്നുള്ള ചർച്ചകൾ ഉണ്ടായതായി എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അമേരിക്ക ഇത്തവണ തീരുമാനിച്ചിരിക്കുന്നത് ഈ ആളുകളെല്ലാം അവരവരുടെ രാജ്യങ്ങളിലേക്ക് സൈനിക വിമാനത്തിൽ തന്നെ അയക്കണമെന്നാണ്. കാരണം അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ അവിടെ നാട്ടിലെ ആളുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ എന്നൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ കാര്യങ്ങൾ ഇടപെടാൻ വേണ്ടിയിട്ടാണ് ഈ സൈനിക വിമാനങ്ങളെ അയച്ചത്. അത് വളരെ തെറ്റായിപ്പോയി. കാരണം വളരെ സങ്കടകരമായ തരത്തിലാണ് അവർ വന്നത്. ആഹാരമില്ല, അവരെ ചങ്ങലയിട്ടു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അവർ കുറ്റം ചെയ്ത് തിരിച്ചയക്കുന്നു എന്നുള്ളതിൽ ഇത്ര ക്രൂരമായി അവരോട് പെരുമാറേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷേ അത് നമ്മുടെ ഗവൺമെൻറ് ശ്രദ്ധിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നിഷ്കളങ്കമായി തോന്നുന്ന ഒരു കാര്യമല്ലേ? കാരണം അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഏവിയേഷൻ, അവിടെ നിന്നൊരു സൈനിക വിമാനം ഇന്ത്യയിൽ വന്നിറങ്ങുക എന്ന് പറഞ്ഞാൽ സാധാരണ വിമാനം ഇറങ്ങുന്ന പോലെയല്ല. അതിന് വളരെ ഗൗരവമുണ്ട്. പല രാജ്യങ്ങളും സൈനിക വിമാനം ഇറങ്ങാൻ സമ്മതിക്കാത്തതിന് പലതരത്തിലുള്ള ഡിപ്ലോമാറ്റിക് റീസൺസും ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്ന് വരുന്ന വിമാനം ഇവിടെ നമ്മുടെ എയർപോർട്ടിൽ ഇറങ്ങണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പ്രീവിയസ് ആയിട്ടുള്ള നേരത്തെയുള്ള ഇൻഫർമേഷൻ ഉണ്ടാവേണ്ടത് പ്രധാനമല്ലേ? പിന്നെ അമേരിക്ക ഇത്തവണ ആളുകളെ കയറ്റി അയക്കുന്നത് മുഴുവൻ വിദേശകാര്യമന്ത്രി പറഞ്ഞല്ലോ അനുവാദം കൊടുത്തിരുന്നു എന്ന്. അല്ല, ഇവിടെ ഇറങ്ങുമ്പോൾ ഇറങ്ങാനുള്ള അനുവാദം കൊടുക്കാതെ ഇവിടെ വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അനുവാദം കൊടുത്തുവെന്ന് വിദേശകാര്യമന്ത്രി ഇന്ന് പാർലമെൻറ്റിൽ വ്യക്തമായി പറയുകയും ചെയ്തു. പക്ഷേ അത് ഏത് തരത്തിലാണെന്ന കാര്യത്തിൽ ഒരുപക്ഷെ ശ്രദ്ധിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെയാണ് അവരെ അയക്കാൻ പോകുന്നത്, അതുപോലെ ചങ്ങലയിട്ടാണെങ്കിൽ
ഇന്ത്യ ഒരിക്കലും അത് അംഗീകരിക്കുമായിരുന്നില്ല. ഇതിന് മുമ്പ് അയച്ചിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. അല്ല അങ്ങനെ പറയാൻ കഴിയുമോ ടി.പി. ശ്രീനിവാസൻ? അങ്ങനെ അയച്ചത് നിർഭാഗ്യകരമാണെന്നോ അത് അയച്ചത് പ്രതിഷേധാർഹമാണെന്നോ ഒരു പൊസിഷൻ ഇപ്പോഴും ഇന്ത്യക്കില്ലല്ലോ. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതല്ല, അത് അവരുടെ നിയമമാണ് വിലങ്ങ് വെക്കുന്നത്. സ്വാഭാവികമെന്നല്ലേ ഇന്നിപ്പോൾ മന്ത്രി സഭയിൽ പറഞ്ഞത്. അല്ലാതെ ഇപ്പോൾ താങ്കൾ വിചാരിക്കുന്നത് പോലെ ഇന്ത്യക്ക് ഒരു സ്ട്രോങ് പൊസിഷനും എതിർപ്പും നിരാശയും നിർഭാഗ്യകരം ഒന്നും ഇന്ത്യക്കില്ല. നിർഭാഗ്യകരമെന്ന് തന്നെയാണ് പറഞ്ഞത്. അല്ലല്ല, അദ്ദേഹം പറഞ്ഞത് നിർഭാഗ്യകരമാണെന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ പ്രതീക്ഷിച്ചില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് പറഞ്ഞെങ്കിൽ പറയേണ്ടതായിരുന്നു. ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് ഗവൺമെന്റിനെ സംബന്ധിച്ചിപ്പോൾ നമ്മൾ ഒരിക്കലും ഇത്തരം വരുന്ന ആളുകളോട് നമുക്ക് ഹരിയാനയിലെ ജയിൽ വാഹനത്തിൽ കൊണ്ടുപോയിരുന്നൊരു പരാതി അവരെ കുറിച്ചുണ്ട്. വന്നിറങ്ങിയ സംഭവം വലിയ പ്രതിഷേധം നാട്ടിലുണ്ടായി, ജനങ്ങളാകെ സ്തബ്ധരായി നോക്കി നിൽക്കുകയാണ്. എങ്കിൽ അവരെ സ്വീകരിക്കുന്നതിനെങ്കിലും കുറച്ചൊന്ന് ശരിയാണ്. ചിലർക്ക് വിമാനം ഏർപ്പാടായി കൊടുത്തു, ഹരിയാനയിൽ ചിലടത്ത് ജയിൽ വാഹനം ഉപയോഗിച്ചു എന്ന് പോലും കേൾക്കുകയാണ്. എന്ന് മാത്രമല്ല അമേരിക്ക ചെയ്തത് പൗരന്മാരോടുള്ള അങ്ങേയറ്റത്തെ അവഹേളനമാണ് എന്ന ഒരു കർശന നിലപാട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും വരുന്നത് നമ്മൾ കാണുന്നില്ല. അത് അവരുടെ നിയമമല്ലേ, ഇതിന് മുമ്പും വന്നിട്ടുണ്ടല്ലോ, മുൻ സർക്കാരിൻ്റെ കാലത്തുണ്ടല്ലോ എന്നുള്ള ഒരു ന്യായവാദം നിരത്തുകയാണ് ഗവൺമെൻറ്. അല്ല, അത് നാച്ചുറലി അവർക്ക് എന്തെങ്കിലും കാരണം കണ്ടുപിടിക്കണമല്ലോ മറുപടി പറയാൻ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഒരു സംഭവം ഉണ്ടായതിന് ശേഷം ഇതിനി ആവർത്തിക്കുകയില്ല എന്നുള്ളത് തീർച്ചയല്ലേ. അപ്പോൾ അതാണ് ഈ ഇപ്പോൾ ഈ പാർലമെൻറ്റിലുണ്ടായ ചർച്ചകൾ കൊണ്ട് അവർക്ക് മനസ്സിലായി ഇങ്ങനെയൊന്നും ചെയ്തുകൂടാ. ഇവർ കുറ്റക്കാരാണെന്ന് പറയുന്ന ആരാണ്? അവർ ഇന്ത്യക്കെതിരായി കുറ്റം ചെയ്തവരല്ല. അവരെങ്ങനെങ്കിലും അവിടെ കഴിഞ്ഞുകൂടാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത്. അവരുടെ സർവൈവലിന് വേണ്ടിയിട്ടാണ്. അത് പലരും ഇന്ത്യയിൽ തന്നെ ജനിച്ചവരായിരിക്കണം, ഇന്ത്യയിൽ ജനിച്ചവരാണെങ്കിലും ഇന്ത്യ ഒരു പരിചയമില്ലാത്തവരും ഒക്കെ ആയിരിക്കും. അപ്പോൾ വളരെ അതിനേക്കാളും ഒരു ഹ്യൂമാനിറ്റേറിയൻ തരത്തിൽ അവരെ എല്ലാം പോയി കണ്ട് വെരിഫൈ ചെയ്ത് എന്നിട്ട് വേണമായിരുന്നു നമ്മളവരെ കൊണ്ടുവരാൻ. അത് അമേരിക്കയും ഇന്ത്യയുമായിട്ട് ചർച്ചകൾ നടക്കണമായിരുന്നു. അതൊന്നും സംഭവിച്ചില്ല. പ്രസിഡന്റ് ട്രംപ് ഇങ്ങനെ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ഇങ്ങനെ സൈൻ ചെയ്തു പോകുന്നു. അങ്ങനെ സൈൻ ചെയ്തു പോയി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അറിഞ്ഞപ്പോൾ പോലും കൊളംബിയയെ പോലെ പെരുമാറാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, താങ്കൾ പറഞ്ഞു ഇപ്പോൾ സൈനിക വിമാനത്തിൽ കൊണ്ടുവരുന്നതിന് സെക്യൂരിറ്റി റീസൺസ് ആയിരിക്കും അവർക്കെന്ന്. മറിച്ച് മനസ്സിലാക്കുന്ന ആളാണ് ഞാൻ, അതിന് പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ടെന്നാണ്. കാരണം ഇത്രയും ചെലവേറിയ ഒന്ന് ഇപ്പോൾ പുതുതായി, ഇതിനു മുമ്പ് അങ്ങനെയല്ലല്ലോ. കാരണം അവിടെ ഈ കടന്നു വന്ന ട്രംപിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ അനധികൃത കുടിയേറ്റക്കാരായ മൃഗങ്ങൾ അവരെ നമ്മൾ ഓടിക്കാൻ പോവാണ്. അപ്പോൾ ഓടിക്കുകയാണ് ഞാൻ, അതിൻ്റെ പരമാവധി ശിക്ഷാമാർഗത്തിലൂടെ ഓടിക്കുന്നു സന്ദേശം കൊടുക്കാൻ ഈ ചെലവേറിയ സൈനിക വിമാന മാർഗം ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പോൾ ട്രംപ് ആലോചിക്കണ്ടേ ഇത് എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? ഇന്ത്യയിലേക്കാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെറു രാജ്യമല്ല. ഇന്ത്യ എല്ലാ അർത്ഥത്തിലും പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ്, ലോകത്തെ എണ്ണപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ്. അവിടേക്ക് അവിടുത്തെ പൗരന്മാരെ ഞാൻ അയക്കുമ്പോൾ ഈ വൃത്തികെട്ട മാർഗം സ്വീകരിച്ചാൽ എനിക്കൊരു എതിർപ്പുണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ള ആലോചന അയാളുടെ തലയുടെ പരിസരത്ത് വന്നില്ല. അത് ആരുടെ പരാജയമായിരിക്കും ശ്രീനിവാസൻ? അല്ല, അതൊക്കെ നമ്മളുടെ അഭിപ്രായമല്ലേ. എനിക്ക് ആ അഭിപ്രായമില്ല. ഇത് തെറ്റുപറ്റിയതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ഇത് ആവർത്തിക്കുകയില്ല എന്നും എനിക്ക് നല്ല തീർച്ചയുണ്ട്. കാരണം അവരെ ഇൻസൾട്ട് ചെയ്യാനല്ലല്ലോ ഇതൊന്നും ചെയ്തത്. ഒരു പ്രാക്ടിക്കലായിട്ട് അവരെ അവിടെ നിന്ന് അയക്കുക എന്നുള്ളത്. 21 മില്യൺ ആളുകളെയാണ് ഡിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് അമേരിക്ക. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരാം. ഇത് നമുക്കൊരു പാഠമാണ്. ഇനി അടുത്ത് വരുമ്പോൾ തീർച്ചയായും നമ്മൾ വെരിഫൈ ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ യൂറോപ്പിലായിരുന്നപ്പോൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഇത്ര വലിയ നമ്പേഴ്സ് അല്ലെങ്കിലും 8-10 പേരൊക്കെ എംബസിയിൽ വന്ന് ഞങ്ങൾക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറയാറുണ്ട്. പക്ഷേ നമ്മൾ ആദ്യം ചെയ്യുന്നത് അവർ ഇന്ത്യക്കാരാണോ എന്ന് പരിശോധിക്കുകയാണ്. പലപ്പോഴും അവർ ഇന്ത്യയിൽ ജനിച്ചവർ പോലുമല്ല. അവർ പാസ്പോർട്ടൊക്കെ കത്തിച്ച് കളഞ്ഞിട്ടാണ് ഈ അഭയാർത്ഥിയായി ചേരുന്നത്. അപ്പോൾ ഞങ്ങൾ അവരെ കൊണ്ടുവരാറില്ല, തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത്. അവരിപ്പോഴും ഓസ്ട്രേലിയയിൽ കഴിയുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവം ചെറിയതായിട്ടെങ്കിലും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ പറയുന്നത് അവർ കുറ്റമുണ്ടെന്ന് തെളിയിച്ചാൽ അവരെ അയക്കുന്നതിൽ നമുക്ക് വിരോധമില്ല. പക്ഷേ ഇവരാരാണെന്നും കൂടെ തെളിയിക്കണം. അവർ ഇന്ത്യൻ പൗരന്മാരാണോ അതോ ബംഗ്ലാദേശിലുള്ളവരാണോ പാകിസ്ഥാനിലുള്ളവർ, ഇതൊക്കെ നോക്കണമായിരുന്നു. ഒരു പക്ഷേ അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ ഈ 2205 പേരുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ ചർച്ചയും അതുപോലെ നമ്മുടെ വികാര പ്രകടനങ്ങളുമൊക്കെ തീർച്ചയായും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അഭിപ്രായം മാറ്റുമെന്നും അതിനെ എതിർക്കുമെന്നും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞത് അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് അയച്ചോളൂ, അത് ഞങ്ങൾ വെരിഫൈ ചെയ്തിട്ടെന്നാണ്. പക്ഷെ അത് വെരിഫൈ ചെയ്തോ എന്ന് പോലും ഇപ്പോൾ നമുക്കറിയില്ല. അപ്പോൾ ഇതൊരു കൃത്യവിലോപം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ അവരെ ശിക്ഷിക്കണമെന്നോ അവരെ ഇത്ര കഷ്ടപ്പെടുത്തണമെന്നോ ആർക്കാണ് ആഗ്രഹം? നമ്മുടെ ഗവൺമെൻറ്റിനുണ്ടോ? അമേരിക്കയ്ക്കുണ്ടോ? ഇല്ലല്ലോ. അവർക്ക് ഇവരെ അയച്ചാൽ മതിയെന്നാണ്. അവരെ അവർ ഓടിപ്പോകാതിരിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ റിസ്ട്രെയിൻ ചെയ്യാൻ വേണ്ടിയോ അവിടെ ആരെങ്കിലും ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കും ചങ്ങല ഉപയോഗിച്ചത്. അത് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ ഇതെല്ലാം ഒരു അബദ്ധമാണ് സംഭവിച്ചത്.
അത് ഇനിയും സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. നമ്മുടെ രാജ്യത്തുണ്ടായ വികാരങ്ങളെല്ലാം നമുക്ക് വളരെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തമായി മാർഗമോ പ്രകടിപ്പിച്ചു. ഒരു ദൃശ്യമോ അല്ല എന്ന കാര്യത്തിൽ താങ്കളും തർക്കിക്കുന്നില്ല. ശ്രീ അനിൽകുമാർ, ഇത് ഇന്ത്യയുടെ അഭിമാനത്തെ തകർത്തവരാണ് ഈ വന്നിട്ടുള്ളവരെന്നാണ് ആദ്യം സംസാരിക്കുമ്പോൾ ശ്രീ ഷാബു പ്രസാദ് പറയുന്നത്. കാരണം ഇന്ത്യയിലെ പരിസ്ഥിതിയും ഇന്ത്യൻ പാസ്പോർട്ടും വേണ്ട എന്ന് തീരുമാനിച്ച് കുടിലമാർഗത്തിലൂടെ കുടിയേറാൻ പോയവർ അവർ പിടിക്കപ്പെട്ടു തിരിച്ചു വരുന്നു എന്നത് നമ്മൾ ആദ്യം ആലോചിക്കേണ്ട കാര്യമാണെന്നാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എടുക്കുന്ന ഒന്ന്, ഇന്ത്യയെ അപമാനിച്ചവർ ആ നിലയ്ക്ക് പ്രയാസപ്പെടും, അതിനിപ്പോൾ നമ്മൾ കൂടുതൽ ദണ്ണിച്ചിട്ട് കാര്യമില്ല എന്നാണ്. ഇന്ത്യ രാജ്യത്തെ അപമാനിച്ചത് അമേരിക്കയും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമാണ്. ഡൊണാൾഡ് ട്രംപിനെ എന്തിനാണ് നരേന്ദ്രമോദി ഗുജറാത്തിൽ കൊണ്ടുവന്ന് നമസ്തേ ട്രംപ് എന്ന പരിപാടി നടത്തിയത്? ഒരു തവണ കൂടി ട്രംപ് സർക്കാർ അമേരിക്കയിൽ അധികാരത്തിൽ വരണം എന്തിനാണ് നരേന്ദ്രമോദി പ്രസംഗിച്ചത്? ട്രംപിന് വേണ്ടി എന്താണ് അവിടെ മോദിക്ക് വേണ്ടി എന്താണ് ഹൗഡി മോഡി പരിപാടി അമേരിക്കയിൽ നടത്തിയത്? ഇന്ത്യ രാജ്യ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ വ്യക്തിപരമായി മൈ ഫ്രണ്ട് ട്രംപ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? 56 നെഞ്ചളവുള്ള ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറയുന്നത് ലോകം മുഴുവൻ ഞാൻ കീഴടക്കി കഴിഞ്ഞു, വിശ്വഗുരുവായി ലോകം മുഴുവനെ അംഗീകരിക്കുന്നു എന്നാണ്. ഈ നരേന്ദ്രമോദിയുടെ നെഞ്ചളവും നരേന്ദ്രമോദിയെക്കുറിച്ചും പേടിയുണ്ടെങ്കിൽ മോദി എന്നൊരു പ്രധാനമന്ത്രി ഉണ്ടെന്ന്, ജീവിച്ചിരിപ്പുണ്ടെന്ന് ഒരു ചെറിയ നിഴലെങ്കിലും ചിന്തയുണ്ടെങ്കിൽ ട്രംപ് ഇങ്ങനെ ചെയ്യുമോ? ട്രംപ് എന്ന് പറയുന്നയാൾ വംശവെറിയുടെ പ്രതീകമാണ്. അമേരിക്കൻ സാമ്രാജ്യത്വം അവിടെ നെതന്യാഹുവിനെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് എന്താണോ അത് ഈ ലോകം മുഴുവൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന പുതിയ ഹിറ്റ്ലറാണ്, പുതിയ മുസോളിനിയാണ്, പുതിയ ഫാസിസത്തിൻ്റെ അവതാരമാണ്. അതൊന്നും ലോകത്ത് വെച്ച് പൊറുപ്പിക്കാനാവില്ല. ട്രംപിസത്തെ ലോകത്ത് വെച്ച് പൊറുപ്പിക്കാനാവില്ല. ഇപ്പോൾ ട്രംപ് കൊണ്ടുവന്ന ഈ വിമാനത്തിൽ അദ്ദേഹം ഇന്ത്യക്കാരെ കൊണ്ടുവന്ന് അപമാനിച്ച് ചങ്ങലക്കിട്ട് കെട്ടിവലിച്ച് കൊണ്ടുവന്ന ആ ട്രംപ് ഒന്ന് ആലോചിക്കണം. ഇതേപോലെ തന്നെയാണ് ആഫ്രിക്കയിൽ നിന്നും അടിമയെ പിടികൂടി വിമാനത്തിലല്ല, അന്ന് പത്തേമാരിയിലാണ് ചങ്ങലക്കിട്ടാണ് അമേരിക്കയിലേക്ക് കൊണ്ടുപോയത്. അമേരിക്കയിലെ മനുഷ്യന്മാരെല്ലാം പുറത്തുനിന്ന് ചെന്നവരാണ്, അവരെ ചങ്ങലക്കിട്ട് കൊണ്ടുപോയതാണ്. എന്തിനാണെന്നറിയാമോ? അമേരിക്കയുടെ മൂലധന ശക്തികൾക്ക് അല്ല അവിടുത്തെ മുതലാളിമാർക്ക് അമേരിക്കയിലെ തോട്ടങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി അടിമകൾ വേണം. അതുകൊണ്ടോ അന്ന് അമേരിക്കയിലേക്ക് ആഫ്രിക്കയിൽ നിന്നും ബലം പ്രയോഗിച്ച് മനുഷ്യനെ പിടിച്ചു വലിച്ച് ചങ്ങലക്കിട്ട് പത്തേമാരി കയറ്റി കൊണ്ടുപോയി. എന്നിട്ട് സമ്പത്തിൻ്റെ ഒരു അമേരിക്ക ഉണ്ടായപ്പോൾ അതേ മനുഷ്യനെ ചങ്ങലക്കിട്ട് തിരിച്ചോടിക്കുന്നു. എന്നിട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതിമ അവിടെ ഉണ്ടെന്നാണ് ട്രംപ് പറയുന്നത്. അമേരിക്ക എന്താ പറഞ്ഞത് നമ്മളോട്? സോവിയറ്റ് യൂണിയൻ തകർന്നു കഴിഞ്ഞപ്പോൾ ലോകം ഒരു ഗ്രാമമായി. ലോകം ഒരു ഗ്രാമമായി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തെ മുഴുവൻ മനുഷ്യനും ലോകത്തെവിടെയും ചെല്ലാം. എന്തിനാ ഈ മനുഷ്യൻ ലോകത്തെവിടെയും പോകുന്നത്? എന്തിനാ അമേരിക്കയിലേക്ക് പോകുന്നത്? എന്തിനാ ബംഗാളിൽ നിന്ന് അല്ലെങ്കിൽ ഒറീസയിൽ നിന്ന് മറ്റാളുകൾ കേരളത്തിലേക്ക് ജോലിക്ക് വരുന്നത്? എന്തിനാണ് മലയാളി മറ്റു ലോകങ്ങളിലേക്ക് പോകുന്നത്? ജോലിയെടുക്കാനാണ്, തൊഴിലാളിയാണ്. അമേരിക്കൻ മലയാളി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ തൊഴിലാളിയാണ്. അമേരിക്കയിൽ പോകുന്ന ഗുജറാത്തുകാരൻ അമേരിക്കൻ തൊഴിലാളിയാണ്. അമേരിക്കയിൽ പോകുന്ന ഗുജറാത്തുകാരനായ തൊഴിലാളിയാണ്. ആ തൊഴിലാളിയോട് വല്ല സ്നേഹവും ഈ BJPക്കുണ്ടോ? BJPക്ക് ഒരു അല്പ സ്നേഹമുണ്ടെങ്കിൽ പണിയെടുക്കാൻ പോയ മനുഷ്യനല്ലേ? അവിടെ ജോലി തേടിപ്പോയ മനുഷ്യനല്ലേ? ഇവിടെ ഉദാരതയാണ്. ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ വിദേശ മൂലധനത്തോട് ഉദാരവൽക്കരണം. ഈ ട്രംപ് പറഞ്ഞിട്ട്, അമേരിക്ക പറഞ്ഞിട്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന ഭേദഗതി ചെയ്തതാണ് നമ്മൾ. വിദേശ മൂലധനത്തിന് വേണ്ടി എത്രയോ നിയമങ്ങളിലൂടെ മാറ്റി എഴുതി. വിദേശ മൂലധനത്തിന് നമ്മൾ പരപതാനം വിളിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞത് എന്താണ്? ലോകമൊരു ഗ്രാമമാകും, ലോകത്തെ ഏത് തൊഴിലാളിക്കും ലോകത്തെവിടെയും പോയി പണിയെടുക്കാം. എന്നിട്ടോ രൂപയുടെ മൂല്യവും കുറച്ച് ഡോളർ എന്ന് പറയുന്നത് അതീശത്വമുള്ള ഒരു സംവിധാനമാക്കി മാറ്റി 17 രൂപ കടന്ന ഡോളറാണ് ഇപ്പോൾ 88 രൂപ കിടന്ന് കളിക്കുന്നത്. ഒരു ഡോളർ സമം 17 ഇന്ത്യൻ രൂപ. 1990 നിരക്കാണ്. 2024 ആയപ്പോൾ 87-88 രൂപയായി. 88 രൂപ. എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലോകം ഒരു ഗ്രാമമാണ്. പണിയെടുക്കാൻ പോയ മനുഷ്യനെയാണ് ഇങ്ങനെ കൈകാര്യം ചെയ്തത് കേട്ടോ. അതുകൊണ്ട് ട്രംപിനോടൊന്നും ലോകം പൊറുക്കാൻ പോകുന്നില്ല. സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ മേലെ ഒരു ചെങ്കടി ഉണ്ടായിരുന്നപ്പോഴേ ഒരമേരിക്കയ്ക്ക് ഈ ധിക്കാരം കാണിക്കാനുള്ള തൻ്റെ ഇടം ഉണ്ടാകുമായിരുന്നില്ല. ഇന്ത്യൻ മഹാസമുദ്രം അമേരിക്കയുടെ താമരപ്പൊയ്കയല്ല എന്ന് പറഞ്ഞിരുന്ന
ചെങ്കൊടി പിടിക്കുന്നൊരു മോസ്കോ ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ദിരാഗാന്ധിക്കും ഇന്ത്യൻ പട്ടാളത്തിനും അങ്ങ് ധാക്കയിലേക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞത്, ബംഗ്ലാദേശിൻ്റെ മോചനം ഉറപ്പിക്കാൻ കഴിഞ്ഞത്. അത് ചരിത്രം. ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? ഇന്ത്യ രാജ്യത്തെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് നരേന്ദ്രമോദി ഇന്ത്യൻ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു. ട്രംപിൻ്റെ രാഷ്ട്രീയത്തിന് ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീനിവാസ് സാറ് പറയുമ്പോൾ ഇതൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ, വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ. 2,10,00,000 മനുഷ്യരെയാണ് അമേരിക്ക 2,10,00,000 മനുഷ്യരെയാണ് അമേരിക്ക നാട് കടത്താൻ പോകുന്നത്. കറുത്തവൻ, പൊക്കം കുറഞ്ഞവൻ, ഞങ്ങളെക്കാൾ യോഗ്യതയില്ലാത്തവൻ. എന്നിട്ട് പറയുകയാണ് പിടിച്ചുപറിക്കാരാണ്, ക്രിമിനലുകളാണ്. ഏത് ക്രിമിനൽ? ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനലാണ് അമേരിക്ക. അമേരിക്കൻ പ്രസിഡന്റ് എന്താ പറഞ്ഞത്? അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്ന ക്രിമിനൽ പറഞ്ഞ എന്താണ്? ഗാസ ഞങ്ങൾ വിലയ്ക്ക് വാങ്ങിക്കാൻ പോവാണ്, അവിടുത്തെ മനുഷ്യനെ ഓടിക്കാൻ പോവാണ്, അവിടുത്തെ രക്തം വീണ മണ്ണ് ഞങ്ങൾ ഉദ്യാനാക്കാൻ പോവാണ്, ടൂറിസം കേന്ദ്രമാക്കാൻ പോവാണ്, പലസ്തീനിലെ മനുഷ്യനെ അവിടെ പോയി ജീവിക്കണം. ആ ട്രംപാണോ ക്രിമിനലുകളെക്കുറിച്ച് സംസാരിക്കുന്നത്? ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനലിസം നടപ്പാക്കുന്ന രാജ്യമല്ലേ അമേരിക്ക? ഈ അമേരിക്ക എന്തടിസ്ഥാനത്തിലാണ് കേണൽ ഗദ്ദാഫിയെ കൊന്നത്? എന്തടിസ്ഥാനത്തിലാണ് അമേരിക്ക കടന്നു ചെന്നിട്ട് ഇറാഖിൽ സദാം ഹുസൈനെ പിടിച്ചു കൊന്നത്? എന്തധികാര? കൂട്ട നശീകരണായുധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അമേരിക്ക ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനലാണ്, ഒരു ക്രിമിനൽ രാജ്യം. എന്നിട്ടാണോ 1.1 മില്യൺ ഇന്ത്യക്കാർ അവിടെ ജീവിക്കുന്നതും പ്രവർത്തനം ചെയ്യുന്നത്? ഇതൊന്നും കഥ നിങ്ങൾ പറയുന്നതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. അർത്ഥമില്ലാത്ത ചർച്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. നമ്മൾ ഈ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുകയും വരാതിരിക്കാൻ ശ്രമിക്കുക. എന്ത് പറയുന്നത്? അമേരിക്കയെ കുറ്റം പറഞ്ഞു. ഞാൻ പറയാം, കൃത്യമായിട്ട് പറയാം. ഡോളർ വേണ്ട, ഡോളർ വേണ്ട. നമുക്ക് ഇന്ത്യക്കാരനെ അമേരിക്ക ജോലിക്ക് എടുക്കുക, അല്ലെങ്കിൽ അമേരിക്കയുടെ ഡോളർ ഇന്ത്യയിൽ വേണ്ട. അമേരിക്കയുടെ ഡോളർ ഇന്ത്യയെ വേണ്ട പറഞ്ഞാൽ മതി. അമേരിക്കയോട് അടച്ച സമീപനം സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ് ടി.പി. ശ്രീനിവാസന്റെ പോയിന്റ്. അമേരിക്കയിൽ ലക്ഷക്കണക്കിനായിട്ടുള്ള ഇന്ത്യക്കാരുണ്ട്, അവരവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഞാനത് പറയട്ടെ, അതുകൊണ്ട് അമേരിക്ക എന്റെ അഭിപ്രായം പറയട്ടെ, എന്റെ CPM-ന്റെ അഭിപ്രായം പറയട്ടെ. ഞാൻ തലയ്ക്ക് വെളിവില്ലാത്ത ആൾ നിങ്ങളാ, തലയ്ക്ക് വെളിവില്ലാത്ത ഷാബു പ്രസാദ്. മോദിയുടെ തല നെല്ലിക്കാത്തല ഇടണം. ഞാൻ വേഗം കംപ്ലീറ്റ് ചെയ്യാം. നരേന്ദ്രമോദിയുടെ തലയിൽ നെല്ലിക്കാത്തല ഇടണം. എന്താണെന്നറിയാമോ? അമേരിക്കയിൽ വീണ്ടും ട്രംപ് സർക്കാർ വരണമെന്ന് ഏതെങ്കിലും ഒരാൾ പറയുമോ ലോകത്ത്? ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു തലയ്ക്ക് വെളിവില്ലാത്ത മോദിക്ക. എന്നിട്ട് എന്താ പറയണത്? ഇന്ത്യക്കാരൻ പറഞ്ഞു, ഇന്ത്യക്കാരൻ അമേരിക്ക പഠിച്ചു പോകുന്നില്ല. അല്ല പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ, എന്റെ അഭിപ്രായം പറയട്ടെ. ഞാൻ പറയട്ടെ. വിവരക്കേട് പറയല്ലേ വന്നിരുന്നിങ്ങനെ? പബ്ലിക് ഡൊമൈനാണ്. അതെ, നിങ്ങൾ വിവരക്കേട്, പ്രധാനമന്ത്രി മോദി വിവരക്കേട് പറഞ്ഞില്ലേ? ലോകത്തെ ഏതെങ്കിലും താങ്കളുടെ പോയിന്റ് അമേരിക്കയെ പോലെ രാജ്യത്തോട് പരിധിവിട്ട സൗഹൃദം അല്ല. താങ്കൾ സമയമെടുത്ത്, നല്ലപോലെ സമയമെടുത്ത് അനിൽകുമാർ താങ്കളുടെ പോയിന്റ് വേഗം കംപ്ലീറ്റ് ചെയ്യാൻ. അല്ലല്ല, അതല്ല, എനിക്ക് വിവരക്കേടെന്ന് പറഞ്ഞാൽ മറുപടി വേണ്ടേ? താങ്കൾ പറഞ്ഞല്ലോ, താങ്കൾ തിരിച്ചു പറഞ്ഞു, അദ്ദേഹത്തെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ നേതാവിനെ പറഞ്ഞു. താങ്കളുടെ പോയിന്റ് വേഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ലോകത്ത് ഞാൻ അതുകൊണ്ട് എന്റെ പോയിന്റ് അവസാനിപ്പിക്കട്ടെ. ഒറ്റ പോയിന്റേ ഉള്ളൂ എനിക്ക്. ഞാൻ ഒറ്റ പോയിന്റ് പറയുന്നുള്ളൂ. അഭിമാനമുള്ള ഇന്ത്യക്കാരൻ തീരുമാനിക്കണം. ഡോളർ വേണ്ട. ഇന്ത്യക്കാരനെ പണിക്കെടുക്കാതെ ഇന്ത്യയിലെ ജനങ്ങളെ പീഡിപ്പിച്ച് അവിടുന്ന് ആട്ടി ഓടിക്കുന്ന തെരുവ് പട്ടിയെ പോലെ വലിച്ചഴച്ചുകൊണ്ട് ചങ്ങലക്കിട്ടുകൊണ്ട് ആട്ടി ഓടിക്കുന്ന ഈ ട്രംപ് ഭരണകൂടത്തോട് നിരാകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഡോളർ വേണ്ടെന്ന്, ഡോളർ കച്ചവടം വേണ്ടെന്ന് തീരുമാനിക്കുമോ? തൻ്റെ ഇടമുണ്ടോ? അഭിമാനമുണ്ടോ? ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് 142 കോടി ജനങ്ങൾ ഞങ്ങൾ ഡോളർ സ്വീകരിക്കില്ല. കർശനമായ നിലപാട് സ്വീകരിക്കാൻ ധൈര്യമുണ്ടെന്നാണ് താങ്കളുടെ ചോദ്യം. ചെറു നിലപാട് പോലും സ്വീകരിക്കാനില്ലാത്ത ഒരു ഭരണകൂടത്താണ് താങ്കൾ വലിയ ചോദ്യം ചോദിക്കുന്നത്. ശ്രീ വി.ആർ. അനൂപ് ഇന്ന് മന്ത്രിയുടെ വിശദീകരണം കേൾക്കൂ. മുമ്പും വന്നിട്ടുണ്ട്, ഡീപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2014 മുമ്പും വന്നിട്ടുണ്ട്. ഇതൊരു മഹാപാതകമായി കാണേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വിലങ്ങ് വെച്ചത് അവരുടെ നിയമമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു അദ്ദേഹം. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരു ശരാശരി ഇന്ത്യക്കാരനെ സംബന്ധിച്ച് ആത്മാഭിമാനത്തിനേറ്റ പ്രഹരമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഒരു ശരാശരി സംഖ്യയെ സംബന്ധിച്ച് അത് അങ്ങനെ ആകണമെന്നില്ല. ഈ സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന രാജ്യസ്നേഹം എത്രമേൽ വ്യാജമാണെന്ന് ഇതിനോടകം എത്രയോ സംഭവങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടതാ. അതിന് നമ്മൾ അധികം ഉദാഹരണങ്ങൾ തേടി അലയേണ്ടതില്ല.
സംഘപരിവാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈദ്ധാന്തികനായ ഗോൾവാൾക്കർ സ്വാതന്ത്ര്യ സമരം അതിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ പറഞ്ഞത് എന്താ? നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് ഊർജം പാഴാക്കരുത്. ഈ രാജ്യത്തിന്റെ ശത്രുക്കളായ ആഭ്യന്തര ശത്രുക്കളായ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരെ പോരാടാനുള്ളത് നമ്മുടെ ഊർജം എന്ന് പറഞ്ഞ സംഘപരിവാറിന്റെ യഥാർത്ഥ അനുയായിയായ നരേന്ദ്രമോദിയെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ വിദേശകാര്യെ സംബന്ധിച്ച്, മന്ത്രിയെ സംബന്ധിച്ച് അമേരിക്കക്കെതിരെ അവർ ഊർജം പാഴാക്കില്ല എന്നതിൽ അത്ഭുതമില്ല. ഇന്ന് നമ്മുടെ വിദേശകാര്യ മന്ത്രി സംസാരിച്ചത് ഇവിടെ സംസാരിച്ച ഷാബു പ്രസാദിന്റെ ഭാഷയിലാ. അമേരിക്കയുടെ വിദേശകാര്യ മന്ത്രിയാണോ അദ്ദേഹം എന്ന് നമ്മൾ സംശയിച്ചു പോകും. ഇവിടെ ഒരു രാജ്യം അപമാനിക്കപ്പെടുകയാണെന്നുള്ള കാര്യത്തിൽ ആർക്കാ സംശയമില്ലാത്തത്? ഇപ്പോൾ ബഹുമാന്യനായ ശ്രീനിവാസൻ സാർ, അദ്ദേഹം ഒരു ഡിപ്ലോമാറ്റ് ആണ്. പക്ഷെ അദ്ദേഹം കുറച്ചുകൂടി ഡിപ്ലോമസിയിലാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പറയേണ്ടി വരും. അദ്ദേഹം പറയുന്നത് എന്തോ ഒരു അബദ്ധം സംഭവിച്ചു, അതങ്ങനെ അറിയാതെ സംഭവിച്ചു പോയതാണ് എന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ കഴിയില്ല. ഈ സംഭവം ഒരു വാദത്തിന് വേണ്ടി അങ്ങനെ പറഞ്ഞാൽ പോലും ഇത് സംഭവിച്ചതിന് ശേഷവും ഇവിടുത്തെ വിദേശകാര്യമന്ത്രി വളരെ ശക്തമായി അതിനെ അപലപിക്കാൻ തയ്യാറാകുന്നില്ല എന്നിടത്താണ് നമ്മുടെ ആത്മാഭിമാനത്തിനത് പോറലേൽക്കുന്നത്. ഇപ്പൊ പഞ്ചാബിലേക്കാണ് ഇവർ പറഞ്ഞയച്ചിരിക്കുന്നത്. പഞ്ചാബിന്റെ ചരിത്രം നമുക്കറിയില്ലാമല്ലോ. ഗദ്ദർ പാർട്ടി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ പോയി പഞ്ചാബികൾ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരെ സമരം ചെയ്ത ഗദ്ദർ പാർട്ടിയുടെ അടക്കം ചരിത്രമുള്ള പഞ്ചാബിന്റെ പോരാട്ടങ്ങൾ കൂടിയാണ് ഇന്ന് പഞ്ചാബിന്റെ മണ്ണിൽ അപമാനിക്കപ്പെട്ടിരിക്കുന്നത്. സംഘപരിവാറിനെ സംബന്ധിച്ചതിലൊന്നും അത്ഭുതമില്ല, സാബു പ്രസാദിനെ സംബന്ധിച്ചതിൽ പ്രശ്നമില്ല. പക്ഷേ രാജ്യസ്നേഹമുള്ള ഓരോ ഭാരതീയനെ സംബന്ധിച്ചും ഇന്ത്യക്കാരനെ സംബന്ധിച്ചും ഇത് അപമാനിക്കപ്പെട്ട ദിവസമാണ്. എല്ലാ കാലത്തും ഇത്തരം ദേശീയത പറയുകയും എന്നാൽ യഥാർത്ഥ കാര്യങ്ങളോട് അടുക്കുമ്പോൾ BJP പ്രദർശിപ്പിച്ചിട്ടുള്ള എന്താ? കാർഗിലിലെ ശവപ്പെട്ടി കുംഭകോണം നമ്മൾ മറന്നുപോയിട്ടുണ്ടോ? എത്രമേൽ വ്യാജമായ ദേശീയതയിലാണ് ഇവർ അഭിരമിക്കുന്നത് എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം മാത്രമാണിത്. ഗോൾവാൾക്കറുടെ അനുയായികൾ ഗോൾവാൾക്കറുടെ സിദ്ധാന്തം നടപ്പിലാക്കുകയാണ്. അവരെ സംബന്ധിച്ച് ഒരു വിദേശ രാജ്യം ഇന്ത്യയുടെ ആത്മാഭിമാനം ചോദ്യം ചെയ്താൽ അത് പ്രശ്നമല്ല. അവരെ സംബന്ധിച്ച് ശത്രുക്കൾ എന്ന് പറയുന്നത് സംഘപരിവാറിനെ സംബന്ധിച്ച്, നരേന്ദ്രമോദിയെ സംബന്ധിച്ച്, ജയശങ്കറിനെ സംബന്ധിച്ച് ശത്രുക്കൾ എന്ന് പറയുന്നത് ഇന്ത്യക്കകത്താ. ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും നമുക്കറിയാം തീവ്ര വംശീയതയുടെ കാര്യത്തിൽ ഒരേ തൂവൽ പക്ഷികളാ. അപ്പോൾ അതിനെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി രാജ്യത്തെക്കുറിച്ച് അഭിമാനബോധം അവശേഷിക്കുന്ന, അഭിമാനബോധം വെച്ചു പുലർത്തുന്ന ഓരോ ഇന്ത്യക്കാരന്റെയും കടമയാണ്. ഇത് ഇന്ത്യയുടെ ആത്മാഭിമാനത്തിനേറ്റ മുറിവാണ്. ഇവിടെ അവരുടെ കൈയും കാലും ബന്ധിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ സത്യത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ ബന്ധനസ്ഥനായി നിൽക്കുന്നത് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ. ഏതെങ്കിലും ആ പോയിന്റിനോട് യോജിക്കുമ്പോൾ തന്നെ ഈ പോയ ആളുകൾ ഇന്ത്യയുടെ അഭിമാനത്തെ മുറിവേൽപ്പിച്ച് ഇന്ത്യയെ വിട്ടെറിഞ്ഞു പോയവർ, പാസ്പോർട്ട് ഉപേക്ഷിച്ച് പോയവർ, അവർക്ക് ചിലപ്പോൾ പല കെടുതികളും അനുഭവിക്കേണ്ടി വരുമെന്ന ഒരു പോയിന്റ് കൂടി ഈ സർക്കാർ അനുകൂലികൾ മുന്നോട്ട് വയ്ക്കുകയാണ്. അല്ല, അതൊക്കെ വേറെ കാര്യം. ഒരു രാജ്യത്ത് നമ്മുടെ ഒരു പൗരൻ, ഇന്ത്യൻ പൗരൻ ഒരു കുറ്റകൃത്യം ചെയ്ത്, ഇന്ത്യൻ പൗരൻ കുറ്റകൃത്യം ചെയ്ത് വേറെ രാജ്യത്ത് പോയി കുറ്റകൃത്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇന്ത്യക്കാർ അവരുടെ മിനിമം മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ബാധ്യത എന്ന് പറയുന്നത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ അല്ലേ? ഇവരെ ഇതുപോലെ വിലങ്ങ് വെച്ച് ഇവരെ മനുഷ്യത്വഹീനമായി ഇത്തരത്തിൽ പെരുമാറുമ്പോൾ ഇന്ത്യയുടെ അന്തസ്സിന് നേരെയുള്ള ആക്രമണമായി തന്നെ കാണണം. ആ സമയത്ത് അവർ പോയിട്ടല്ലേ അവർക്കത് വേണമെന്നൊക്കെ പറയുന്നിടത്ത് അത്തരം വാദങ്ങളെ ബാലിശമാണ്. പാകിസ്ഥാനിൽ ആരോപിക്കപ്പെട്ട ഒരാൾ, അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പരമാവധിയിൽ പോയിട്ടുണ്ട്. പാകിസ്ഥാനിലെ നിയമം അങ്ങനെയാണ് എന്നൊരു നിലയല്ല നമ്മൾ ആ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നതെന്ന് പ്രത്യേകം ഓർക്കേണ്ടതാണ്. അത് മാത്രമല്ല, മോദി തന്നെ കെട്ടിപ്പൊക്കിയ ഒരു ഇമേജ് ഇല്ലേ, ഞാനൊരു ലോക നേതാവാണ്, ഞാനൊരു വിശ്വഗുരുവാണെന്ന് പറഞ്ഞ് ഇന്ന് ലോക മാധ്യമങ്ങൾക്ക് മുൻപിൽ പരിഹാസനായി നിൽക്കുകയല്ലേ മോദി. ഇപ്പോൾ പോലും ട്രംപിനെതിരെ ഒരു അക്ഷരം മിണ്ടാൻ കഴിയാതെ മോദിയെ സംബന്ധിച്ച് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പ്രയോജനപ്പെടുത്താത്ത ഒരു കളിക്കും അദ്ദേഹം നിൽക്കുന്നില്ല എന്നാണ് TP ശ്രീനിവാസൻ. ഇപ്പൊ ഇവിടെ നമ്മൾ ഡീപ്പോർട്ട് ചെയ്യാൻ കുറച്ചുപേരെ പിടിക്കുന്നു. നമ്മൾ സൈനിക വാഹനത്തിൽ അമേരിക്കയിലേക്ക് കടത്താൻ ശ്രമിച്ചാൽ, ഹ്യൂമിലിയേറ്റ് ചെയ്ത് കുറെ അമേരിക്കക്കാരെ അയച്ചേക്കാമെന്ന് തീരുമാനിച്ചാൽ സമ്മതിക്കുമോ അമേരിക്ക? ശ്രീനിവാസൻ, ഇതൊക്കെ നെഗോഷിയേറ്റ് ചെയ്യേണ്ടതാണ്. അമേരിക്കയോട് യുദ്ധം ചെയ്യണമെന്നാണോ നിങ്ങളൊക്കെ പറയുന്നത്?
യുദ്ധമല്ല, അമേരിക്കയോട് നല്ല വർത്തമാനം പറയാൻ നമുക്ക് കഴിയണമല്ലോ. കർക്കശമായ നിലപാട് ദേവയാനി കോബ്രഗഡയുടെ കാര്യത്തിൽ നമ്മൾ എടുത്തില്ലേ വളരെ കണിശമായ നിലപാട് 2013 ഇന്ത്യ അമേരിക്കൻ ബന്ധങ്ങൾ സംരക്ഷിക്കേണ്ടത് ഏത് ഗവൺമെന്റിന്റെയും ആവശ്യമാണ്. അല്ല, ദേവയാനി കോബ്രഗഡയുടെ എപ്പിസോഡ് താങ്കൾക്ക് ഓർമ്മയുണ്ടാവും. നമ്മളെടുത്ത കർശനമായ നിലപാട് എന്താണ്? അവരെ അവിടെ ദേഹപരിശോധനയ്ക്ക് വിധേയമാക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു. അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇന്ത്യ പ്രഖ്യാപിക്കുന്നു. ഇവിടുത്തെ കോൺസുലേറ്റിന്റെ സെക്യൂരിറ്റി വെട്ടിക്കുറയ്ക്കുന്നു, കേസെടുക്കുന്നു, റെയ്ഡ് നടത്തുന്നു. ഇന്ത്യ എങ്ങനെയാ മറുപടി പറഞ്ഞത്? അമേരിക്ക അവസാനം അതിൽ പശ്ചാത്താപം പങ്കുവച്ചില്ലേ? അതും അമേരിക്കയാണല്ലോ. അപ്പൊ നമുക്കറിയാം ഏത് തരത്തിൽ ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് ഗവൺമെന്റ് ആണ് തീരുമാനിക്കേണ്ടത്. യാതൊരു കാര്യവുമില്ല. അമേരിക്കയുമായിട്ടുള്ള ബന്ധം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതിന് എന്ത് നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് ഗവൺമെന്റിന് വിട്ടുകൊടുക്കുക. അല്ല, ഗവൺമെന്റിന് വിട്ടുകൊടുക്കാന്ന് വെച്ചാൽ ഗവൺമെന്റ് നമ്മൾ തെരഞ്ഞെടുത്ത നമ്മുടെ അഭിലാഷത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഗവൺമെന്റിന് തോന്നിയ വഴിക്ക് പോകാൻ കഴിയില്ലോ ശ്രീനിവാസൻ. അതായത് ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയെ പോലെ ഒരു വലിയ രാജ്യത്തിന് അമേരിക്കയിൽ അടുത്തൊരു കാര്യം ഫോഴ്സ് ചെയ്യാൻ കഴിയില്ല എന്ന് താങ്കൾ പറയുമോ? എന്നല്ല, ഏത് രാജ്യമായാലും ചെറിയ രാജ്യമായാലും വലിയ രാജ്യമായാലും നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കേണ്ടത് ആവശ്യമാണ്. നല്ല ബന്ധങ്ങൾ ചോദിച്ചാൽ ഈ കാര്യത്തിൽ നമ്മൾ ഒരു കണിശമായ നിലപാട് സ്വീകരിച്ചാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം തെറ്റുമോ? നമ്മൾ ദേവയാനി കോബ്രയുടെ കാര്യത്തിൽ ഇതിനേക്കാൾ അപ്പുറം പോയിട്ടുണ്ട്. എന്നിട്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം തെറ്റിയോ? പ്രസിഡന്റ് അല്ലേ? എങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയത്? അമേരിക്കക്കാർ തെരഞ്ഞെടുത്തതല്ലേ ഭയങ്കര ഭൂരിപക്ഷമായിട്ട്? അത് നമ്മൾ എന്തിനാണ് ചോദ്യം ചെയ്യുന്നത്? അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് ഇന്ത്യക്ക് ഇന്ത്യയുടെ പവർ ഉപയോഗിച്ച് സംസാരിച്ചുകൂടാ? ഇന്ത്യയെ അവഗണിച്ചുകൊണ്ട്, ഇന്ത്യയെ ഒഴിവാക്കിക്കൊണ്ട് അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? ഇന്ത്യ വലിയ മാർക്കറ്റിനെ സംസാരിച്ചോളൂ, അതുകൊണ്ട് ഒരു ഗുണവുമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ടിവിയിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ട് യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ഉണ്ടാവില്ല, കാരണം ഗവൺമെന്റ് പൊസിഷൻ നമ്മൾ പറഞ്ഞ അപ്പുറത്താണ്. ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. അവിടെ അതുപോലെ 1.1 മില്യൺ ഇന്ത്യൻസിന് അവിടെ ജീവിക്കണ്ടേ? ഇങ്ങോട്ട് വരുന്ന റെമിറ്റൻസ് നമുക്ക് വേണ്ടേ? അല്ല, ഞാൻ ചോദിക്കുന്നത് ശ്രീനിവാസൻ, ഞാൻ പറഞ്ഞ ദേവയാനി കോബ്രയുടെ കാര്യത്തിൽ അവരുടെ പൊസിഷനെ, അവരുടെ നിയമത്തെയും എല്ലാം നമ്മൾ വെല്ലുവിളിച്ചിട്ടുണ്ട്. അതല്ല, എന്നിട്ട് അവിടുത്തെ 1.1 മില്യൺ ഇന്ത്യക്കാർക്കൊന്നും സംഭവിച്ചില്ല. അല്ല, അതുകൊണ്ട് അങ്ങനെ നമ്മൾ കർശനമായ പൊസിഷൻ എടുത്തു. അവരുടെ കോൺസുലേറ്റിന്റെ സെക്യൂരിറ്റി വെട്ടിക്കുറച്ചു, അവിടുത്തെ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തു, അവരുമായി ബന്ധപ്പെട്ട പരിശോധനയിലേക്ക് പോയി, അമേരിക്ക കോംപ്രമൈസ് ചെയ്തു. അവിടുത്തെ 1.1 മില്യൺ ഇന്ത്യക്കാർക്ക് വല്ലതും പറ്റിയോ? അവിടുത്തെ ഇന്ത്യക്കാർക്കൊന്നും പറ്റിയില്ല. അവർക്കറിയാം ഇന്ത്യ എന്നാണ് രാജ്യം. അവരെ തിരിച്ചു കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്തത്. അല്ല, അവിടുത്തെ ഇന്ത്യക്കാർക്ക് അവിടുത്തെ ഇന്ത്യൻ ഡയസ്പോറയ്ക്ക് വല്ലതും പറ്റിയോ? ആ രാജ്യത്തെ നയങ്ങൾ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ഗുണമുണ്ടായി? കോബ്രഗാർഡ് ഇപ്പോഴും ഇവിടെ ഉണ്ടല്ലോ, അങ്ങോട്ട് അമേരിക്കയിലേക്ക് തിരിച്ചു പോകാനൊക്കില്ലല്ലോ അവർക്ക്. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ആ കർശന നിലപാട് സ്വീകരിക്കും, നമ്മുടെ അഭിമാനം എന്ന് പറയുന്ന പൊസിഷനെ ഉയർത്തിപ്പിടിക്കാനാ കോബ്രഗാർഡെ അമേരിക്ക നിലപാട് കൊണ്ട് ഒരു ഉപയോഗം ഉണ്ടായില്ല. അല്ല, നമുക്ക് അമേരിക്കയോട് അല്ല, അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. അമേരിക്ക എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, നമുക്കത് നമ്മുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന സ്റ്റെപ്സ് എടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ്. അമേരിക്കയിൽ രണ്ടാമത് അവരെ കൊണ്ടുപോകുക. ഷാബു പ്രസാദ്, അപ്പൊ ഇനിയും ഇന്ത്യയിൽ വന്നിറങ്ങുമോ അമേരിക്കയുടെ ഇത്തരത്തിലുള്ള അധിക്ഷേപ വിമാനങ്ങൾ? നമ്മളത് കണ്ടു നിൽക്കുമോ? അതിനു മുമ്പ് ഒരു കാര്യം നിഷാദേ, ഞാൻ ബഹുമാനപ്പെട്ട അനിൽകുമാറിനോട് ഒരു കാര്യം പറയട്ടെ. അങ്ങ് ദയവ് ചെയ്ത് ഒരു കാര്യം ചെയ്യണം. ഈ അമേരിക്കയുടെ ഈ ക്രിമിനൽ രാജ്യത്ത്, ട്രംപിനെ പോലെ ഒരു തെമ്മാടി ഭരിക്കുന്ന ഈ രാജ്യത്ത് പിണറായി വിജയൻ ചികിത്സയ്ക്ക് പോകരുത്. അതുമാത്രമല്ല, പോവുകയാണെങ്കിൽ തന്നെ ഒരു കാരണവശാലും ഡോളർ കൊടുക്കരുത്. വേണമെങ്കിൽ ഇന്ത്യൻ രൂപ എണ്ണി അങ്ങോട്ട് കൊടുത്തോണം. വേണേ പിടിച്ചോടാ ട്രംപേ എന്നും പറഞ്ഞിട്ട്. അതാണ് അനിൽകുമാറിനും CPM-നും ഒക്കെ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. അത് നിങ്ങൾ നടപ്പാക്കും എന്ന് വിചാരിക്കുന്നു. അത് അങ്ങനെ ചെയ്യട്ടെ. അതാണ് നല്ലത്. ഒരു കാരണവശാലും ഈ തെമ്മാടി രാജ്യത്ത്, ഒരു ക്രിമിനൽ ഭരിക്കുന്ന ഈ തെമ്മാടി രാജ്യത്ത് നിങ്ങൾ ആരും ചികിത്സയ്ക്ക് പോകരുത്. അതിന് പകരം ചൈനയിലോ ക്യൂബയിലോ ഒക്കെ പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളൊരു അഭിപ്രായം. എന്താ, പറ്റുമോ? നടക്കൂല അല്ലേ? അമേരിക്കയെ വറപ്പിച്ച ചൈനയിലൊന്ന് ചികിത്സയ്ക്ക് പോകാൻ ഇരിക്കണമല്ലോ അല്ലേ? അങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ. പിന്നെ പിന്നെ ഒരു ഞാൻ പറഞ്ഞല്ലോ നിഷാദേ, ഈ രാജ്യത്തിന്റെ അഭിമാനം, ഇവര് ഒളിമ്പിക്സ് മെഡൽ നേടിയൊന്നും വരുന്നവരല്ലല്ലോ. രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച ആൾക്കാരല്ല. എന്നാൽ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച വലിയ ഒരു ഇന്ത്യൻ സമൂഹം അവിടെ ഉണ്ട്, ഉയർത്തിപ്പിടിക്കുന്നൊരു സമൂഹമുണ്ട്.
അവർക്ക് പോലും തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത ഇന്ത്യക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആ നാട്ടുകാർ കാർക്കിച്ചു തുപ്പുന്ന അവസ്ഥയിലേക്ക് അവിടെ മാനം മര്യാദയ്ക്ക് ജീവിക്കുന്നവരെ പോലും എത്തിച്ച ഇവരെ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? രാജ്യം ഇവിടെ കൊണ്ടുവിട്ടാൽ ഞങ്ങൾ നോക്കിക്കോളാം, അത്ര മാത്രമേ പറയാൻ കഴിയുള്ളൂ. അല്ല, അങ്ങനെയാണോ ബാക്കി എല്ലാ രാജ്യങ്ങളും സ്വീകരിച്ച നിലപാട്? മറ്റു രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് നമുക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചത്? ഷാബു, കൊളംബിയ എന്തുകൊണ്ട് സ്വീകരിച്ചു? മെക്സിക്കോ എന്തുകൊണ്ടാണ് നിലപാട് സ്വീകരിച്ചു? 2 ഇറ്റാലിയൻ നാവികർ ഇവിടെ വന്ന് നമ്മുടെ ആളുകളെ വെടിവെച്ചു കൊണ്ട കേസിൽ ഇറ്റലി സ്വീകരിച്ച നിലപാട്? കൊളംബിയയും മെക്സിക്കോയും ഒക്കെ 100% മയക്കുമരുന്ന് കച്ചവടം കൊണ്ട് മാത്രം ജീവിക്കുന്ന കുറ്റവാളി രാജ്യമാണത്. ഈ രാജ്യങ്ങളൊക്കെ, ഈ കൊളംബിയയും മെക്സിക്കോയും ഒക്കെ അവരുടെ പ്രധാന കുറ്റവാളി രാജ്യമാണെങ്കിൽ അമേരിക്ക ഏറ്റവും കൂടുതൽ സാധനം അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യം മെക്സിക്കോയാണ്. ഏറ്റവും കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ അമേരിക്ക ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യം മെക്സിക്കോയാണ്. മെക്സിക്കോ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യം അമേരിക്കയാണ്. കുറ്റവാളി രാജ്യം ഷാബു പ്രസാദ് പറയും, ട്രംപിന്റെ വിവരദോഷം കൊണ്ട് അയാളും പറയും. പക്ഷെ അമേരിക്ക ആശ്രയിക്കുന്ന ഒരു രാജ്യമാണ്, നിയമപരമായി അമേരിക്ക ആശ്രയിക്കുന്ന രാജ്യമാണ് മെക്സിക്കോ. പക്ഷെ അതുപോലെ ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് പറ്റില്ല. എന്ത് പറ്റില്ല? അബദ്ധം പറഞ്ഞ പോലെ മെക്സിക്കോയിൽ ഡ്രഗ് കാർട്ടലുകളുണ്ട്, ശരിയാണ്. പക്ഷെ മെക്സിക്കോയും അമേരിക്കയും തമ്മിൽ നല്ല വ്യാപാര ബന്ധമുണ്ട്. ആ രാജ്യത്തിന് പറയാനുള്ള ഉറപ്പുണ്ടായി. നമുക്ക് ഉറപ്പില്ല. നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഉറപ്പില്ല. വൃത്തികേടുകളും കാണിച്ച്, കള്ളത്തരവും കാണിച്ച് ഇവിടെ നിന്ന് പോയിട്ട് അവിടെ ചെന്ന് പിടിച്ചപ്പം അയ്യോ ഇന്ത്യയുടെ അഭിമാനം, രാജ്യത്തിന്റെ അഭിമാനം പോയി പണി നോക്കാൻ പറയും. അത്രേ ഉള്ളൂ. വേണം ഈ പണിക്കൊക്കെ ഇറങ്ങിത്തിരിക്കാൻ. അല്ലെങ്കിൽ അത് അങ്ങനെ അനുഭവിക്കുകയും വേണം. അല്ലാതെ അതേസമയം നിയമപരമായിട്ട് ഈ രാജ്യത്തിൻ്റെയും ആ രാജ്യത്തിൻ്റെയും നിയമവ്യവസ്ഥകളെ ബഹുമാനിച്ചുകൊണ്ട് അങ്ങനെയായിരുന്നു പോയിരുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായിരുന്നുവെങ്കിൽ ഓക്കെ. പിന്നെ നിങ്ങളിവിടെ പറഞ്ഞൊരു വലിയ വിവരദോഷമാണ് പറഞ്ഞത്, ദേവയാനി ഖൊബ്രഗഡയുടെ കാര്യം. ദേവയാനി ഖൊബ്രഗഡെ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റിയുള്ള, നിയമപരിരക്ഷയുള്ള ഡിപ്ലോമാറ്റായിരുന്നു. അറസ്റ്റ് ചെയ്തു. അതിൻ്റെ അത് ഗവൺമെന്റിന് ഇടപെടാൻ കഴിയും. അവിടെ ഗവൺമെന്റിന് ഗവൺമെന്റിന് പറയാൻ കഴിയും. അവരെ മാന്യമായ വിമാനത്തിൽ 2009 മൻമോഹൻ സിംഗിന്റെ കോൺഗ്രസ് സർക്കാരുകളുടെ ഭരണകാലത്ത് കൊണ്ടുവന്ന പോലത്തെ വിമാനം വേണം. കോൺഗ്രസ് സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന പോലത്തെ വിമാനം വേണമെന്ന് പറയാൻ മോദിക്ക് ധൈര്യം ഉണ്ടായില്ല. മോദിയുടെ ഇന്ത്യയിലേക്ക് ഇന്ത്യക്കാരനെ ഏത് വിമാനത്തിലും കയറ്റിവിടാം എന്നതാണ്. ശരി. ഒരു സപ്പോർട്ടും ഇല്ല. അവരെ കുറ്റവാളികളെ കൈകാര്യം ചെയ്യുന്ന പോലെ ആ രാജ്യം കൈകാര്യം ചെയ്തെങ്കിൽ ഇവന്റെയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ടാണത്. ശരി, ഞാൻ വരാം. എന്നോടൊപ്പം കോൺഗ്രസ് പ്രതിനിധി സിവിആർ അനൂപ് മുൻപും കൊണ്ടുവന്നിട്ടുണ്ട് ആളുകളെ ഇങ്ങോട്ടേക്ക്. പക്ഷെ അമേരിക്കയുടെ അക്കാര്യത്തിലുള്ള ധൈര്യം, നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിലേക്ക് ഇന്ത്യക്കാരെ ഏത് പന്നവണ്ടിയിലും കയറ്റിവിടാം എന്ന കോൺഫിഡൻസ് മറ്റു രാജ്യങ്ങൾക്കുണ്ടായിരിക്കുന്നു എന്നുകൂടി കാണാമോ? തീർച്ചയായും. ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലോ, രാജ്യസ്നേഹികളെ സംബന്ധിച്ച്, ഈ രാജ്യത്തെ അഭിമാനബോധമുള്ള പൗരന്മാരെ സംബന്ധിച്ച് അവരുടെ അഭിമാനത്തിനാണ് പ്രഹരമേറ്റിരിക്കുന്നത്. പക്ഷേ ഒരു ശരാശരി സംഘിയെ സംബന്ധിച്ച്, സംഘപരിവാർ ബോധം പേറുന്ന ആളുകളെ സംബന്ധിച്ച് ഇതൊന്നും പ്രശ്നമല്ലെന്നേ. അവർ ആനന്ദം കണ്ടെത്തുന്നത് എന്തിലാ? വിദേശ ശക്തികൾക്കെതിരെ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നതല്ല, മറിച്ച് ഈ രാജ്യത്തിനകത്ത് തന്നെ ആഭ്യന്തര ശക്തികളെ ഉൽപ്പാദിപ്പിച്ച് അവർക്കെതിരെ വെറുപ്പും വിദ്വേഷവും പടർത്തുക എന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു വർഗത്തെ സംബന്ധിച്ച് ഇതൊന്നും പ്രശ്നമില്ല. ഏതെങ്കിലും തരത്തിൽ കൊളോണിയലായ വിദേശ ശക്തികളോട് പൊരുതിയ ഒരു പാരമ്പര്യവുമില്ലാത്ത ഒരു പ്രത്യയശാസ്ത്ര പ്രതിനിധീകരിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഇതൊന്നും അവരെ ബാധിക്കുന്ന വിഷയമേ അല്ല. ട്രംപ് അവിടെ എങ്ങനെയാണോ വംശീയ വിദ്വേഷത്തിന്റെ പ്രതിനിധിയായിട്ട് വന്നിരുന്നു കൂടുതൽ വർത്തമാനം ഇത്രേ ഉള്ളൂ. ഷാബു സൂക്ഷിച്ച് സംസാരിക്കണം. അല്ല, നിന്റെ ആ ഭാഷയൊന്നും വേണ്ട. ഷാബു, നിന്നോടാ പറയുന്നത്.
ഒരു മതാമൊന്നും വിളിക്കില്ല. ഇങ്ങനെ തന്നെ സംസാരിക്കാൻ അല്ല, സൗകര്യമുള്ളൂ. ആ ഭാഷയൊന്നും വേണ്ട. ഇങ്ങനെ തന്നെ സംസാരിക്കാൻ നിന്നോടാണ് പറ്റുള്ളൂ. പറയുന്നത്. ഇങ്ങനെ നിന്നോടാണ് തന്നെ പറയുള്ളൂ. പറയുന്നത്. ഇങ്ങനെ തന്നെ ആ, പറയുള്ളൂ. ശരി, ശരി, സായി ശരി, 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 ശരി. സായി മാന്യമായി പ്രസ്ഥാനമാണ്. അല്ല, 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 ഇല്ല, ഇല്ല, ഇല്ല. ശരി, ശരി, ഓക്കെ, 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 ശരി, ബി ആർ അനൂപ്. നിന്റെ അനൂപ്, അനൂപ് എന്തോ ചെയ്യും? മാന്യമായി സംസാരിക്കണം. ഇങ്ങനെ ശരി, ഇങ്ങനെ അല്ല, അല്ല, ഇല്ല, 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 ഇല്ല. മാന്യമായി സംസാരിക്കും. അനൂപിന്റെ പോയിന്റ് ക്ലിയർ. അല്ല, അനൂപിന്റെ എതിർപ്പ് അനൂപ് രേഖപ്പെടുത്തി. അനൂപിന്റെ എതിർപ്പ് അനൂപ് രേഖപ്പെടുത്തി. സൗകര്യമില്ല. അനൂപിന്റെ എതിർപ്പ് രേഖപ്പെടുത്തി. അനൂപിന്റെ എതിർപ്പ് അനൂപ് രേഖപ്പെടുത്തി. അനൂപിന്റെ എതിർപ്പ് രേഖപ്പെടുത്തി. ഉദ്ദേശിക്കുന്നുള്ളൂ. ശരി, അനൂപിന്റെ എതിർപ്പ് രേഖപ്പെടുത്തി. ശരി, അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, 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 നമുക്ക് എങ്ങനെയാണ് നമ്മുടെ നയതന്ത്രപരമായ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ കൈകാര്യം ചെയ്യാൻ കഴിയുക എന്നതിൽ ചുരുങ്ങി നിൽക്കണമെന്നാണ് താങ്കളോട് എനിക്ക് പറയാൻ കഴിയുന്നത്. അതിനപ്പുറം നമുക്കിപ്പോൾ ഡോളർ വേണ്ടെന്ന് വെക്കുക, അവിടെയുള്ള മുഴുവൻ പൗരന്മാരും തിരിച്ചു വരാൻ തീരുമാനിക്കുക, അവിടേക്ക് പോകുന്ന നമ്മുടെ അങ്ങനെ ഒരു ഭ്രഷ്ടിൻ്റെ ലൈൻ എടുക്കാൻ ഒരു ആധുനിക സമൂഹത്തിന് ഒരു കാലത്തും കഴിയാത്തതാണ്. അപ്പോൾ ഏത് രാജ്യത്തോടായാലും. പക്ഷെ അതിനകത്ത് നമുക്ക് ഇഷ്യൂസിനകത്ത് നീതിപൂർവമായ ലൈൻ എടുക്കുകയാണ്. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. നമ്മളോട് പറഞ്ഞത് ലോകം ഒരു ഗ്രാമമാകും, ലോകത്തെവിടെയും പോയി ഏത് തൊഴിലാളിക്കും പണിയെടുക്കാം, അല്ല, അതിന് പക്ഷേ നിയമങ്ങളില്ലേ? ലോകത്തെവിടെയും ഏത് മൂലധനത്തിനും ഏത് ദേശരാഷ്ട്രത്തിൻ്റെ അതിർത്തിയിലും കടന്നു വരാം. അതിർത്തിയിൽ നികുതി ഉണ്ടാവില്ല. അതിർത്തിയിൽ നികുതി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ രാജ്യങ്ങൾക്ക് പാസ്പോർട്ടും ആവശ്യമില്ല. ഇതായിരുന്നു അന്ന് വാഗ്ദത്ത ഭൂമി. ആ ആഗോളവൽക്കരണം പൊളിഞ്ഞു. ഇതാണ് ഞാൻ ഒന്നാമത് പറഞ്ഞത്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യത്തോട് ലോകത്തോട് പറഞ്ഞത് ആഗോളവൽക്കരണം മൂലധന ആഗോളവൽക്കരണമാണ്. ഇതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ വാദം. ഒരു ചർച്ചയില് വർത്താനം പറയുമ്പോൾ പങ്കെടുക്കുന്ന ആളിനൊരു മര്യാദയൊക്കെ ആവാം. നിങ്ങൾ ഈ ആർ എസ് എസിന്റെ ശാഖയില് പോയിട്ട് അവിടെ കാണിക്കുന്ന കളിയൊന്നും ഇവിടെ ഇറക്കരുത്. അത് നിങ്ങൾ ഇറക്കരുത്. അല്ലല്ല, ആർ എസ് എസിന്റെ ശാഖയില് നിങ്ങളെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട്. ശാഖയില് കളിയാണ്. അല്ലല്ല, ശാഖയില് കളിയാണ് കേട്ടാ. ശാഖയില് കളിയാണ്, മേലു നോവില്ല. ശാഖയില് കളിയാണ്, മേലു നോവില്ല. അതുകൊണ്ടാണ് കളിക്കുന്നത്. ആ കളി ഇങ്ങോട്ട് ഇറക്കരുത്. ആ കളി ഇങ്ങോട്ട് ഇറക്കണ്ട. ആ കളി ഇങ്ങോട്ട് ഇറക്കണ്ട. ഷാബു പ്രസാദ് അദ്ദേഹം പൂർത്തിയാക്കിക്കോട്ടെ. ഷാബു പ്രസാദ് അദ്ദേഹം ആ പൂർത്തിയാക്കി. കളി ഇങ്ങോട്ട് ഇറക്കരുത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് പൊളിറ്റിക്കലാണ്. എന്താണ് ആഗോളവൽക്കരണം? അത് പൊളിഞ്ഞു. പിണറായി വിജയനോട് അമേരിക്ക നിരങ്ങുന്നത് നിർത്താൻ പറ. ഈ അമേരിക്ക എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ രണ്ടാം വീടല്ല. നരേന്ദ്രമോദിയുടെ രണ്ടാമത്തെ വീടല്ല അമേരിക്ക. നരേന്ദ്രമോദിയുടെ സ്ഥലമല്ല, ട്രംപിന്റെ സ്ഥലമല്ല. അമേരിക്കയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്. അമേരിക്കയിൽ നല്ല മനുഷ്യന്മാർ ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ ഈ അവതാരകരോട് ചോദിക്കുക, ഇതുപോലെ തെമ്മാടിത്തരം പറയുന്നതൊക്കെ ചർച്ചയ്ക്ക് ഇരുത്താവും. നിങ്ങൾ ആരെ ചർച്ചയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? പച്ച മലയാളത്തിൽ തെമ്മാടിത്തരം മാത്രം പറയുന്നവരെ ചർച്ചയ്ക്ക് കൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ളവരാണ് ഈ ശ്രീനിവാസ് സാറുള്ള ചർച്ചയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതെ, തെമ്മാടിത്തരം പറയുന്നവരെ ചർച്ചയ്ക്ക് മര്യാദകട ഇയാള് പറയണത്. അതെ, ഒന്നാമത്തെ കാര്യം പറയണത്, ഒരാൾ ചർച്ച പങ്കെടുക്കുമ്പോൾ അദ്ദേഹം ചർച്ച പങ്കെടുത്തപ്പോൾ ഞാൻ മിണ്ടിയാവും. ഒരു മര്യാദ വേണ്ടേ? നിങ്ങൾ ട്രംപും മോദിയും പോലുള്ള തെമ്മാടിത്തരം കാണിക്കുന്ന രാജ്യത്തെ ഭരണാധികാരികൾ, ആ ഭരണാധികാരികളെ പോലെ കുറെ ആളുകളെ ഇറക്കി വിട്ടിരിക്കുകയാണ്. ഇതുപോലെ ഞാൻ കൃത്യമായിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഡോളറിനോടുള്ള ഇന്ത്യ രാജ്യത്തിന്റെ പ്രതികരണം ശക്തമായിരിക്കണം. അല്ല, ഞങ്ങൾ വില കുറച്ചോളാമേ, അടുത്ത മാസം മോദി അങ്ങോട്ട് എഴുന്നള്ളുക. എങ്ങോട്ട്? അമേരിക്കയിലേക്ക്. മോദി എന്തിനാണ് എഴുന്നള്ളുന്നത്? നമുക്ക് സൈനിക ആയുധങ്ങൾ തരാം. അമേരിക്കയ്ക്ക് കച്ചവടമാണ്. ലോകത്തെ ഏറ്റവും വലിയ ആയുധ കച്ചവടമാണ്. പിണറായി ഇനി മയോ ക്ലിനിക്കിൽ പോകുമ്പോൾ വിചാരിക്കുന്നതാണ് നരേന്ദ്രമോദി ഇപ്പോൾ അമേരിക്കൻ വിസിറ്റിന് പോകാൻ പോവുകയാണ്. അപ്പം നരേന്ദ്രമോദി അമേരിക്കൻ വിസിറ്റിന് പോകുമ്പോൾ അദ്ദേഹത്തിന് അവിടെ ഒരു വലിയ ഒരു ഊഷ്മളമായ സ്വീകരണത്തിന്റെയും ഫോട്ടോയ്ക്കും സാധ്യതയുണ്ട്. അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സമീപനം ഇന്ത്യൻ പൗരന്മാരുടെ അഭിമാനത്തിന്റെ പേര് പറഞ്ഞ് സ്വീകരിക്കേണ്ടതില്ല. അനിൽകുമാർ, ഞാൻ താങ്കളോട് ചോദിക്കട്ടെ, നിങ്ങളെ
ഇത് ഇങ്ങനെ ഇയാളെ പറഞ്ഞ് നിങ്ങൾക്ക് വഴക്കുണ്ടാക്കി പേടിയാണോ സമയം നിഷാദ്? കൊല്ലല്ലേ, പരിമിതമായ സമയം. ഇയാളെ പേടിയാണോ? ഇയാളെ പേടിയാണോ നിഷാദ്? അല്ല, ഞാൻ എനിക്കിത് അഭ്യർത്ഥിക്കാനേ പറ്റൂ. നിഷാദിന് ഇയാളെ പേടിയാണോ? എന്തിനാ? എനിക്ക് നിഷാദിന് അഭ്യർത്ഥിക്കാനേ ഇയാളെ പറ്റൂ. പേടിയാണോ? എനിക്ക് അഭ്യർത്ഥിക്കാനേ ഇയാളെ പറ്റൂ. പേടിയാണോ നിഷാദിന്? നിങ്ങൾ ഓരോരുത്തരും ഇയാളെ പേടിയാണോ നിങ്ങൾക്കൊരു നിഷാദിന്? പൊതുവിടത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് സ്വയം എന്താ ഇയാളെ ബോധ്യമുള്ള പേടിച്ചിരിക്കുകയാണോ നിങ്ങൾ? അല്ല, അങ്ങനെയല്ല അത്. മീഡിയ അങ്ങനെയല്ല പേടിച്ചിരിക്കുകയാണോ? അതിനെ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ പേടിച്ചിരിക്കുകയാണോ? മോശം വാക്കുകൾ കൊണ്ട് അല്ല, വഴക്കുണ്ടാക്കുന്നതിന്റെ നിങ്ങൾ കാലമൊക്കെ പോയി. പേടിച്ചിരിക്കുകയാണോ അല്ല, മോശം ബിജെപിക്കാരെ? വാക്കുകൾ കൊണ്ട് വഴക്കുണ്ടാക്കുന്നതിന്റെ കാലം പോയി. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ കാലം പോയി. നിങ്ങൾ പൊതുവിടത്തിൽ അതുകൊണ്ടാണ് എങ്ങനെയാണ് നല്ല വാക്കുകൾ കൊണ്ട് പെരുമാറേണ്ടത്, തന്നെയാണ് പറഞ്ഞത്. എന്താണ് എന്താ നിങ്ങളുടെ ആ നിങ്ങൾ കാര്യത്തിലുള്ള സാംസ്കാരിക ബോധ്യം, അങ്ങനെ പെരുമാറുക എന്ന് റിക്വസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റൂ. അതിനപ്പുറം എനിക്ക് നിങ്ങളെല്ലാവരെയും കൂടി ഇപ്പോൾ ഒരു ഫാസിസ്റ്റ് ലൈൻ തടയാൻ കഴിയില്ല, പറയാനേ കഴിയൂ. അല്ലല്ല, ഞാൻ പറഞ്ഞു ഞാൻ മോശം വാക്കുകൾ ഉപയോഗിക്കരുത് എന്നതാണ് ശ്രീ ഷാബു പ്രസാദിനോടുള്ള എന്റെ അഭ്യർത്ഥന. അതെനിക്ക് പറ്റൂ. എന്റെ പോയിന്റ്, ഞാൻ ചർച്ച പങ്കെടുക്കുമ്പോൾ നിങ്ങൾ എനിക്ക് സമയത്ത് പങ്കെടുക്കുമ്പോൾ ഈ ഇടയ്ക്കിടപെട്ട് വർത്താനം പറയണ മര്യാദയാണോ? ശരി, താങ്കൾ പൂർത്തിയാക്കൂ. ആ പ്ലീസ് മര്യാദ പൂർത്തിയാക്കൂ താങ്കൾ. പേര് പറയും. ശരി, നമ്മൾ ഈ കാര്യം തർക്കിച്ചാൽ സമയം പോകും. താങ്കൾ പൂർത്തിയാക്കൂ. അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുള്ളൂ. ആ, ഒന്ന്, ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഗ്ദത്ത ഭൂമി ഗുജറാത്ത് എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1/4 നൂറ്റാണ്ടായിട്ട് BJP ഭരിക്കുന്ന സ്ഥലം. അവിടുന്നാണ് ഏറ്റവും കൂടുതൽ മനുഷ്യർ അമേരിക്കയിലേക്ക് പോയിരിക്കുന്നത്, തെണ്ടികളായി പോയിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ വാഗ്ദത്ത ഭൂമിയിൽ നിന്നും പോയിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, പാസ്പോർട്ടില്ല, വിസയില്ല. അതുകൊണ്ടെന്താണ് ഇവരൊക്കെ വൃത്തികെട്ടവരാണ്. ഇതാണല്ലോ പറയുന്നത്, ഇന്ത്യ രാജ്യത്തേക്ക് പാസ്പോർട്ടില്ലാതെ വിസയില്ലാതെ ആർക്കും വരാം, മുസ്ലിമിന് മാത്രം വന്നുകൂടാ. പൗരത്വ ഭേദഗതി നിയമം. നിങ്ങൾ എന്താ പറയണത്? അയ്യോ, അമേരിക്കയിലേക്ക് തരുന്നു, എന്താ ചെയ്തത്? പാസ്പോർട്ടില്ല, വിസയില്ല, വിമാനത്താവളത്തിൽ കൂടല്ല. പറയട്ടെ, ഞാൻ പറയട്ടെ, എന്തിനാണ് ഞാൻ പറയട്ടെ, നിങ്ങൾ എന്ത് ചർച്ചക്കാരനകള്, അദ്ദേഹം പൂർത്തിയാക്കി. എനിക്ക് നിഷാദ് ഇങ്ങനെയുള്ള ഒരു ചർച്ചയ്ക്ക് വിളിച്ചോണ്ടിരിക്കുന്നത്? എന്താ നിഷാദ് ഇങ്ങനൊരു ചർച്ചയ്ക്ക് വന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്? നിങ്ങൾ ഇത്ര ആളുകളോട് ചർച്ചയ്ക്ക് വിളിക്കരുത്. നമ്മളൊരു കാര്യം പറയുമ്പോൾ കുറഞ്ഞ സമയമുള്ളൂ. നമ്മൾ കാര്യം പറയുന്നതിന് പകരം മറ്റേ വിഷയത്തിനകത്ത് ഒരു പോയിന്റിൽ നിങ്ങളുടെ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക, പോയിന്റ് പറയാന്നുള്ളതല്ലേ ചെയ്യുക. എതിരഭിപ്രായത്തിന്റെ പേരിൽ നമുക്ക് അതേ വിഷയത്തിൽ തർക്കിച്ചാൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം സമയം പോവാ. എനിക്ക് നിർത്താനുള്ള സമയം കഴിഞ്ഞ് ഞാനിപ്പോ 4 മിനിറ്റ് എക്സീലാണ്. പ്ലീസ് സേനൽകുമാർ പൂർത്തിയാക്കിയാൽ. പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ മുസ്ലിങ്ങളല്ലാത്ത മുഴുവൻ പേർക്ക് കൂടെ വരാം. അങ്ങനെ പറയണം. മോദിയുടെ ഭരണകൂടമാണ് പറയണത്. അമേരിക്ക ചെല്ലുന്നവരെല്ലാം പാസ്പോർട്ട് കൊടുത്ത് ചെല്ലണം. നിങ്ങളൊക്കെ ഇരട്ടത്താപ്പാണ് തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് മുട്ടിലെഴയുക, മോദി മുട്ടിലെഴയുക. നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ വിഷയത്തിലെ സമീപനത്തിൽ വ്യാപകമായ വിമർശനം ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അമേരിക്കൻ നിയമത്തിനകത്ത് കൈകടത്താൻ ഇന്ത്യക്ക് പരിമിതി ഉണ്ടെന്നാണ് സർക്കാരിന്റെ ആ കാര്യത്തിലുള്ള വാദം. എല്ലാവർക്കും മതിയായ സമയം കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ എനിക്ക് അവസാനിപ്പിക്കാൻ സമയമാവുകയും ചെയ്തു. ഞാൻ ആ കാര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.